Yeah, it started. The recording has started. Please go ahead. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിഷയം ഹൗ ടു റൈറ്റ് റിസർച്ച് പ്രപ്പോസൽ എന്നുള്ളതാണ്. ഗവേഷണ പ്രപ്പോസൽ എഴുതുന്നത് എങ്ങനെ? നമ്മളെല്ലാം റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു PhDക്ക് ചേരുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്നത്തെ മെയിൻ സ്പീക്കറായിട്ട് നമുക്കുള്ളത് ഡോക്ടർ ഗായത്രി ബാലു ആണ്. ഡൽഹി OP ജിൻഡൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജെൻഡർ സ്റ്റഡീസിൽ PhD എടുത്തതിന് ശേഷം IIT ഡൽഹിയിലും ടിസ്സിലും വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ജിൻഡൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ സ്ട്രക്ചർ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് ഞാനൊന്ന് പറയാം. അതിനുശേഷം നമ്മൾ സെഷൻ തുടങ്ങും. എന്താണ് റിസർച്ച് പ്രപ്പോസൽ, അതിൻ്റെ പ്രധാന കമ്പോണൻസ് എന്തെല്ലാം ആയിരിക്കണം, പിന്നെ ഒരു റിസർച്ച് പ്രപ്പോസൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണം, പിന്നെ ഒരു പ്രപ്പോസൽ സ്ട്രോങ് ആക്കാൻ നമ്മളൊരു അപ്ലൈ ചെയ്യുമ്പോൾ അത് ഏറ്റവും സ്ട്രോങ് ആവാനുള്ള ടിപ്സ് എന്താണ്, മറ്റു റിസോഴ്സസും ഷെയർ ചെയ്യുന്നതായിരിക്കും. അവസാനം നമ്മളൊരു Q&A സെഷനും വെക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇന്നത്തെ സെഷൻ പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ നമ്മുടെ പാനലിസ്റ്റ് ഡോക്ടർ ഗായത്രി ബാലു ആണ്. ഓവർ ടു യു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിഫോർ ദാറ്റ് ക്വിക്ക്ലി ഞാൻ കശ്ഫ് ഇനീഷ്യേറ്റീവ് എന്താന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് കശ്ഫ് ഇനീഷ്യേറ്റീവ് എന്നൊരു സംരംഭം, ഒരു കൂട്ടായ്മയാണ്. ഒരുപാട് പേര് ഒരുമിച്ച് വന്നിട്ടുള്ള, ഇത് നോൺ പ്രോഫിറ്റ് ആയിട്ട് നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. ഡിഫറെൻറ്റ് സ്കോളേഴ്സ് ഫ്രം സൗത്ത് ഏഷ്യ, അത് പല യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും റിസർച്ച് ചെയ്യുന്ന ഘട്ടത്തിൽ നേരിടുന്ന പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് റിസർച്ചിൽ ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണ് റിസർച്ച് മെത്തേഡ്സ്, അതിൻ്റെ ടൂൾസ് എന്താണ്, ചെയ്യേണ്ട രീതികൾ എന്താണ്. അപ്പം ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലുള്ള അറിവുകൾ ഷെയർ ചെയ്യാനും എല്ലാവർക്കും ചർച്ച ചെയ്യാനും വേണ്ടി ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. kashfinitiative.com വെബ്സൈറ്റിൽ പോയി പ്രീവിയസ് സെഷൻസ് ആണെങ്കിലും ഇനി വരാൻ പോകുന്ന സെഷൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതാണ്. ഇനി ഫ്യൂച്ചർ സെഷൻസിലും നിങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന വിശ്വസിക്കുന്നു. ഇതിന് മുന്നേ നടന്ന സെഷൻസ് എല്ലാം, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ നടന്ന സെഷൻസ് എല്ലാം റെക്കോർഡഡ് ആയിട്ട് യൂട്യൂബ് ചാനലിലും അവൈലബിൾ ആണ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. റിസർച്ച് പ്രപ്പോസൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് റിസർച്ച് പ്രപ്പോസൽ എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാട്ട് ക്വസ്റ്റ്യൻ തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് റിസർച്ച് പ്രപ്പോസൽ എങ്ങനെ എഴുതാം അതിന്റെ ഒരു ഹൗ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. അത് നമുക്കിപ്പോ 17 പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 15 പേരുണ്ടാവും പാർട്ടിസിപ്പൻസ് ആയിട്ട്. കഴിയുന്നതും ഫസ്റ്റ് ഇനീഷ്യൽ നമ്മളുടെ ആ ഒരു ഡിസ്കഷൻ, എന്റെ ഒരു ടോക്ക് വേഗം തീർത്തിട്ട് നമുക്ക് കൂടുതൽ ടൈം ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ സ്പെൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും ഇൻപുട്ട്, ശ്രീകലയ്ക്കും എല്ലാവർക്കും ഇൻപുട്ട് കൊടുക്കാവുന്നതുമാണല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. റിസർച്ച് പ്രപ്പോസൽ നമ്മള് ക്ലാസിക് ആയിട്ടുള്ള ഒരു എന്തിന്, എന്തുകൊണ്ട്, എങ്ങനെ, എന്തുകൊണ്ട്, എങ്ങനെ, ഈ 3 ചോദ്യങ്ങളെ ആൻസർ ചെയ്യലാണ് സത്യം പറഞ്ഞാൽ റിസർച്ച് പ്രപ്പോസൽ എന്ന് പറയുന്നത്. നമുക്ക് ഒരു റിസർച്ച് കൈകാര്യം ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ധാരണകൾ എന്തൊക്കെയാണ്, നമ്മൾ അത് എന്തൊക്കെ രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ട് ഈ ഒരു റിസർച്ച് പ്രാധാന്യം അർഹിക്കുന്നു, അതിനൊപ്പം തന്നെ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും, ഈ 3 കാര്യങ്ങൾ പല ഹെഡിങ്ങുകളായിട്ട് ഇടുന്നതാണ് സത്യം പറഞ്ഞാൽ റിസർച്ച് പ്രപ്പോസൽ. ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ട്, എങ്ങനെ. പക്ഷെ പലപ്പോഴും ഇതിന്റെ പർപ്പസിനനുസരിച്ചിട്ട് നമ്മൾ റിസർച്ച് പ്രപ്പോസലിന്റെ കണ്ടന്റും വ്യാപ്തിയും ഡെപ്തും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ആത്യന്തികമായി നമ്മൾ റിസർച്ച് പ്രപ്പോസൽ എഴുതുന്നത് നമുക്ക് വേണ്ടി തന്നെ ആയിരിക്കണം. കാരണം നമുക്കൊരു ധാരണയും നമുക്കൊരു ക്ലാരിറ്റിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളൊരു റിസർച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് നമുക്ക് തന്നെ ഉള്ളൊരു ഡോക്യുമെന്റ് ആയിട്ടാണ് നമ്മൾ ആദ്യം ഇതിനെ സമീപിക്കേണ്ടത്. നമുക്കൊരു ക്ലാരിറ്റി തരാനും വരാനിരിക്കുന്ന കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രീതി, വായനയായാലും എഴുത്തായാലും ഒക്കെ. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരു പ്രാക്ടിക്കൽ റീസൺ ഉണ്ട് നമ്മളെല്ലാവരും റിസർച്ച് പ്രപ്പോസൽ എഴുതുന്നതിന്.
അത് ഇത് വായിക്കുന്ന ആൾക്കാരെ നമ്മളെ ഈ ഒരു റിസർച്ച് പ്രൊജക്ട് ഒരു ഇങ്ങനെ ഒരു റിസർച്ച് അണ്ടർടേക്കിംഗ് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടല്ലോ, അത് ബാക്കിയുള്ളവർക്കും കൂടിയും ഉള്ളൊരു ബാക്കിയുള്ളവരും കൂടി ബോധ്യപ്പെടുത്തലും കൂടിയാണ് ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ PhD അഡ്മിഷൻ ഒരു പ്രപ്പോസൽ എഴുതുമ്പോൾ ആ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഈ ഒരു നമുക്കുള്ളൊരു ഗവേഷണത്തിന്റെ ഒരു പ്ലാനും അത് എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ അത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുള്ളത് എഴുതുമ്പോൾ തന്നെ അത് ഇത് വായിക്കുന്ന വ്യക്തിനെയും കൂടി കൺവിൻസ് ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ പലപ്പോഴും ഇത് എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവേഷണ പ്രപ്പോസലുകൾക്ക് അങ്ങനെ ഒരു വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ് ഇല്ല. ഉദാഹരണമായിട്ട് നമ്മളൊരു ഫണ്ടിങ് പ്രപ്പോസലാണ് എഴുതുന്നത് വിചാരിക്കാം. നമുക്കൊരു റിസർച്ച് പ്രൊജക്ട് പാസ് ചെയ്തെടുക്കണം, നമുക്ക് കുറച്ച് ഫണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗവേഷണ പ്രപ്പോസൽ എഴുതുന്നത് വെച്ചാല് അതൊന്നുകൂടി ഇലാബറേറ്റ് ആയിരിക്കും. അതിൽ ടൈം ലൈൻ ഉണ്ടാവും, അതിൽ ബഡ്ജറ്ററി അലൊക്കേഷൻസ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ MA ഡിസർട്ടേഷന്റെ ഭാഗമായിട്ട് കുറച്ച് മാസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച് പ്രപ്പോസൽ എഴുതുന്ന വെച്ചാല് അതിന്റെ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ വെക്കാൻ നമ്മൾ കരുതും. സ്വാഭാവികമായും ഫീൽഡ് അത്ര എക്സ്പാൻസീവ് ആയിട്ട് വെക്കാറില്ല. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാ സോഴ്സസ് വെച്ചിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ പ്രപ്പോസൽ എഴുതുന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു PhD ആപ്ലിക്കേഷൻ പ്രപ്പോസൽ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഈ നമ്മൾ PhDക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ഇതൊരു ലിവിങ് ഡോക്യുമെന്റ് ആയിട്ട് മാറിയിട്ട് ഇതിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് നടക്കും. അപ്പൊ വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഹൗ ടു റൈറ്റ് റിസർച്ച് പ്രപ്പോസലിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു പ്രാക്ടിക്കൽ പർപ്പസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ കണ്ടന്റും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ JNUലെങ്കിലും സ്കൂളിലൊക്കെയാണ് നിങ്ങൾ PhDക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാല് പ്രോസ്പെക്ടസ് കൃത്യമായിട്ട് വായിക്കുകയാണെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും ഇതൊക്കെയാണ് നമ്മൾ പ്രപ്പോസലിൽ നോക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വേണം. അതിൽ ചെറിയ വേരിയേഷൻസ് സ്കൂൾസ് അനുസരിച്ചിട്ട് ഉണ്ടാകും. ഇനിയിപ്പോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി PhDസും കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയല്ലേ, അതിന് അവര് സ്പെസിഫിക്കേഷൻസും ചിലപ്പോൾ അഡ്വൈസറി സ്പെസിഫിക്കേഷൻസും നമ്മൾ പോയി നോക്കേണ്ടി വരും. സിമിലർലി നമ്മൾ പുറത്തൊരു യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാല് എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവരത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ പർപ്പസ് അനുസരിച്ചിട്ട് ഇതിന്റെ കണ്ടന്റ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇന്റർ ഡിസിപ്ലിനറി ഡിപ്പാർട്ട്മെന്റിലോട്ടും അല്ലെങ്കിൽ ഒരു കോ ഡിസിപ്ലിൻ ഡിപ്പാർട്ട്മെന്റിലോട്ടും നമ്മൾ ഒരേ പ്രപ്പോസൽ അയക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളതൊരു ഇന്റർ ഡിസിപ്ലിനറി ഡിപ്പാർട്ട്മെന്റിലോട്ട് അയക്കുമ്പോൾ നമ്മൾ എന്ത് ചേഞ്ച് അപ്രോച്ചസിൽ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. യെസ്. സോ എന്തൊക്കെ തന്നെയായാലും റിസർച്ച് പ്രപ്പോസൽസിൽ കാര്യമായിട്ടുള്ളത് ഒരു 8 ഹെഡ്സ് ആണെന്ന് പറയാം. ഈ 8 എണ്ണം ക്രാക്ക് ചെയ്താൽ നമ്മൾ റിസർച്ച് പ്രപ്പോസലായി. ഒരു ടൈറ്റിൽ വേണം, ഒരു ഇൻട്രൊഡക്ഷനും ബാക്ക്ഗ്രൗണ്ടും വേണം, ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം വേണം, ലിറ്ററേച്ചർ റിവ്യൂ, റിസർച്ച് ക്വസ്റ്റ്യൻ, റിസർച്ച് ഒബ്ജക്റ്റീവ്, മെത്തഡോളജി, റെഫറൻസസ്. ഈ ഒരു 8 കമ്പോണൻസ് ആണ് ഏറെക്കുറെ എല്ലാ ഗവേഷണ പ്രപ്പോസലുകളിലും നമ്മൾ കണ്ടുവരുന്നത്. നെക്സ്റ്റ്, ഇപ്പൊ പ്രപ്പോസൽ എഴുതുന്നതിന്റെ മുമ്പ് അതിന്റെ മുമ്പായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്. അവിടെയാണ് പലപ്പോഴും നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നത്. നമുക്ക് പല പല ഐഡിയകൾ ഉണ്ടാവും, നമുക്ക് നമ്മുടെ ചിന്തകൾ പല പല രീതിയിൽ പോകുന്നുണ്ടാവും. നമുക്കുള്ള ഐഡിയ ഇതൊരു റിസർച്ചബിൾ പ്രോബ്ലം ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് വലിയ സംശയങ്ങൾ ഉണ്ടാകും. അത് ആദ്യം നമ്മൾ മറികടന്നാലേ നമുക്കൊരു നല്ല ഗവേഷണ പ്രപ്പോസൽ എഴുതാൻ പറ്റുള്ളൂ. താഷ്കെൻഡിന്റെ വെബ്സൈറ്റില് യൂട്യൂബ് പേജില് ട്രാൻസ്ലേറ്റിംഗ് ഐഡിയ ടു എ റിസർച്ച് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. പക്ഷെ ഞാൻ വളരെ ബ്രീഫ്ലി ഇത് പറയാണ്, കാരണം ഇത് പറയാതെ ഗവേഷണ പ്രപ്പോസലിലേക്ക് പോകുമ്പോൾ എനിക്ക് അറിയാവുന്നതാണ് പലരും നേരിടുന്ന പ്രശ്നം ഇതിന്റെ ആക്ച്വൽ റൈറ്റിംഗ് പ്രോസസ് അല്ല, ഒരു റിസർച്ചബിൾ പ്രോബ്ലത്തിൽ എങ്ങനെ നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ള ഒരു സംശയമാണ് പലർക്കും ഉണ്ടാവുക. അപ്പോ ഒരു റിസർച്ചബിൾ പ്രോബ്ലം അല്ലെങ്കിൽ ഗവേഷണത്തിന് ഉതകുന്ന ഒരു പ്രശ്നം നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പല പല സ്റ്റാർട്ടിംഗ് പോയിന്റുകൾ ഉണ്ടാവും.
അത് നമ്മൾ കണ്ട് ഒരു ഒബ്സർവേഷൻ ആകാം, നമ്മൾ കാണുന്നേ, നമ്മൾ ശ്രദ്ധിക്കുന്നേ, നമ്മൾ വായിച്ചത് എന്തെങ്കിലും ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നടത്തിയ ഒരു പ്രസ്താവനയാവും, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഹഞ്ച് ഉണ്ടല്ലോ എന്തിനെ കുറിച്ച്, ഇത് ഇങ്ങനെയാണല്ലോ, ഇത് ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ അനുഭവങ്ങളാകാം, അല്ലെങ്കിൽ ഒരു പോളിസി, ഒരു വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പോളിസി ഇഷ്യൂ ആകാം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നതും ഒക്കെ ആയിട്ട് ആ കണ്ടീഷൻസിനോടുള്ള ഒരു റെസ്പോൺസ് ആകാം. അങ്ങനെ ഇതൊരു എക്സോസ്റ്റൽ ലിസ്റ്റ് അല്ല, പല പല സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് എന്നാണ് നമ്മൾ ഒരു റിസർച്ചബിൾ പ്രോബ്ലത്തിലോട്ട് എത്തിച്ചേരുക. ഇതിലെല്ലാ സ്റ്റാർട്ടിംഗ് പോയിന്റ്സും ഈക്വലി വാലിഡ് ആണ്. ഇപ്പോ പലപ്പോഴും ചെറിയൊരു സ്പാർക്കിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു റിസർച്ചിന്റെ ഒരു വലിയ ഐഡിയ ഉണ്ടാവുന്നത്. പക്ഷെ ആ സ്പാർക്കിനെ പിന്നെ നമ്മൾ എങ്ങനെ ആ സ്പാർക്കായിട്ട് എൻഗേജ് ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ വായിക്കുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, അതിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു, എന്നിട്ട് നമ്മൾ ഒരു റിസർച്ച് പ്രോബ്ലത്തിൽ എത്തിച്ചേരും. ഇപ്പോ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിന്റെ സാഹചര്യത്തിൽ എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തില് കേരളത്തില് കുടുംബശ്രീ കേരളത്തിലെ ഗ്രാമങ്ങളില് ചെറുതല്ലാത്ത രീതിയിൽ ജെൻഡർ പൊളിറ്റിക്സിൽ ഒരു അൺഡോക്യുമെന്റഡ് സംഭാവനകൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കൊരു അതിന്റെ ഞാനൊരു ക്ലെയിം ആയിട്ട് പറയാണ്. പക്ഷെ അതൊരു റിസർച്ചബിൾ പ്രോബ്ലം ആക്കി മാറ്റുന്നതിന് ഈ ഒരു തോന്നല് മാത്രം പോരാ. അതിന്റെ ഒരു ഹിസ്റ്റോറിസിറ്റിക്ക് നമ്മൾ പോകണം, അതിന്റെ കണ്ടെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം, എന്ത് സാഹചര്യത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പോവേർട്ടി അലിവിയേഷൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എങ്ങനെ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയമായിട്ട് എൻഗേജ് ചെയ്യുന്നു, അതിനെങ്ങനെ വികേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ ഒരു പ്രധാന കാരണമായി എന്നൊക്കെ കുറെ വായിക്കുമ്പോൾ നമ്മൾ ഒരു റിസർച്ചബിൾ പ്രോബ്ലത്തിൽ എത്തിച്ചേരും. അപ്പൊ ഒരു തോന്നലിന് ഈ ഒരു പ്രോബ്ലത്തിലോട്ട് എത്തിച്ചേർന്നാല് പിന്നെ അതിൽ നിന്ന് വരുന്നതാണ് നമ്മളുടെ രീതിശാസ്ത്രം. മലയാളത്തിലെ രീതിശാസ്ത്രം എന്ന് പറയുന്നത്, ഇംഗ്ലീഷിലെ മെത്തഡോളജി എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലോ നമ്മൾ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ റിസർച്ച് പ്രപ്പോസൽ എഴുതുക എന്ന് പറയുന്നത് അത്ര വലിയ ഒരു പ്രശ്നമുള്ള കാര്യമാണെന്നില്ല. ഇത് ക്രാക്ക് ചെയ്തിട്ട് നമ്മൾ പ്രപ്പോസൽ എഴുതി തുടങ്ങുന്നതാകും നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഒരു ഹൗ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് റിസർച്ച് പ്രപ്പോസൽ എന്നാണ് പറഞ്ഞത്. ആൻഡ് ഹൗ ഡു ഐ റൈറ്റ് ദ റിസർച്ച് പ്രപ്പോസൽ, നെക്സ്റ്റ് കമ്പോണന്റ്. ഈ ഒരു നമുക്ക് ഗവേഷണം ചെയ്യാൻ ഒരു വിഷയം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാല് അത് എന്താണ്, എന്തുകൊണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചെറിയൊരു ക്ലാരിറ്റി ഒക്കെ വരും. എന്തിനാണ് ഞാൻ ഇത് പഠിക്കുന്നത്, എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്നുള്ള കാര്യത്തില്. പക്ഷെ പലപ്പോഴും നമ്മൾ വളരെ ഓവർ കോൺഫിഡന്റ് ആയിട്ട് ചിന്തിക്കുന്നത് എന്താ വെച്ചാല്, നമുക്കിത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഗവേഷണം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ നല്ല ധാരണ ഉണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. കാരണം അത് പഠിക്കാനാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ PhD കോഴ്സ് വർക്കും, ഇപ്പൊ MPhil ഇല്ല, MA റിസർച്ച് മെത്തേഡ്സ് ട്രെയിനിങ് ഒക്കെ നമുക്ക് തരുന്നത് ഒരു ക്വസ്റ്റ്യനെ, ഒരു റിസർച്ച് പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെ പഠിച്ചിട്ട് ഒരു റിസർച്ച് പ്രോസസ്സായി കൺവേർട്ട് ചെയ്തിട്ട് നമുക്കൊരു അതിന്റെ ഒരു ഔട്ട്പുട്ടിൽ, അതിന്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റിൽ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഹൗ പ്രോസസ്സ് നമുക്ക് അത്ര ക്ലിയർ അല്ലെങ്കിലും പ്രശ്നമില്ല, അതൊരു പ്രോസസ്സായിട്ട് കണ്ടാൽ മതി. ഈ പറയുന്ന ഒരു ഹൗ വെച്ചിട്ട് നമ്മൾ പ്രപ്പോസൽ എഴുതാന്നുള്ളത്. സോ ഇത് നാരോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 3 ചോദ്യങ്ങളാണ്. എങ്ങനെയാണ് ഞാനിത് സാധിച്ചെടുക്കാൻ പോകുന്നത്, ആൻഡ് എന്തിനാണ്, വൈ ആം ഐ മോട്ടിവേറ്റഡ് ടു ഡു ദിസ്, എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആൻഡ് എങ്ങനെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് റെപ്പിറ്റേഷൻ ആണ്, പക്ഷെ ഇതിൽ കുറച്ചു നേരം ചിന്തിച്ചിരുന്നാൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ, കുറച്ച് ആഴ്ചകൾ ചിന്തിച്ചിരുന്നാൽ നമുക്ക് നമ്മളെ ഒരു പ്രപ്പോസൽ ഇങ്ങനെ രൂപപ്പെടുന്നത് കാണാൻ പറ്റും. Next slide, Artigala.
ഞാനാണോ സ്റ്റക്ക് ആയത്? ഹലോ, അല്ല, ഓക്കെ. ശ്രീകല, സോറി ഫോർ ദാറ്റ്. ഒരു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. Vidyashi, are you still there? Do you want me to share it? ഇത് വിസിബിൾ അല്ലേ? ഓക്കെ, എന്നാ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റിസർച്ച് പ്രപ്പോസൽ എഴുതുന്നതിനെ കുറിച്ചിട്ടാണ് റിസർച്ച് പ്രപ്പോസൽ എഴുതുന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. സ്ലൈഡ്സ് മൂവ് ചെയ്യുന്നില്ലേ? സ്ലൈഡ് മൂവ് ചെയ്യുന്നില്ലേ? ഇപ്പൊ ഡ്രാഫ്റ്റ്, താങ്ക് യു സോ മച്ച്. അപ്പൊ തുടങ്ങുന്നത് നമ്മൾ ടൈറ്റിൽ വെച്ചിട്ടാണ്. ടൈറ്റിൽ എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് അത്രയൊന്നും ധാരണയാവാത്ത ഒരു സമയത്ത് തന്നെ എങ്ങനെ നമ്മളൊരു ടൈറ്റിൽ എഴുതും എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷൻ നമുക്കൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു വർക്കിംഗ് ടൈറ്റിൽ വെച്ചിട്ട് തുടങ്ങാന്നുള്ളതാണ്. കാരണം ഒരു വർക്കിംഗ് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു ഹെഡിങ്, ഒരു സബ് ഹെഡിങ്, ആ ഒരു ടൈറ്റിൽ വെച്ചിട്ട് നമ്മൾ തുടങ്ങാം. അത് ക്ലിയർ ആയിട്ട്, കോൺഷ്യസ് ആയിട്ട്, ഇൻഫോർമേറ്റീവ് ആയിട്ട്. നമ്മളൊരു പേപ്പർ ഒക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് എഴുതാം, ഒരു കോട്ട് ഇട്ടിട്ട്, പിന്നെ നാവിഗേറ്റിംഗ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ റിസർച്ച് പ്രപ്പോസൽ പേർപ്പസിന് വെൻ വി സ്റ്റാർട്ട് റൈറ്റിംഗ് ഇറ്റ്, നമ്മൾ അത് എഴുതി തുടങ്ങുന്ന സമയത്ത് വളരെ ക്ലിയറും കോൺസൈസുമായിട്ട് നമുക്ക് എങ്ങനെ ഒരു ടൈറ്റിൽ രൂപപ്പെടുത്താൻ പറ്റുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് the impact of urbanization on local diversity, study of Indian metropolis. ഇതിൽ നമുക്ക് എല്ലാം ഉണ്ട്. അർബനൈസേഷനെ കുറിച്ചുള്ള പഠനമാണ്. അർബനൈസേഷൻ ലോക്കൽ ബയോഡൈവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്ന എഫക്ട്സിനെ കുറിച്ചുള്ള പഠനമാണ്. അത് ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റീസിലാണ് നമ്മൾ നോക്കുന്നത്. ഇമ്പാക്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരു വർക്കിംഗ് ടൈറ്റിൽ ഇട്ടാല് പിന്നെ ആ വർക്കിംഗ് ടൈറ്റിൽ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവും. പിന്നെ വരുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കാര്യമായിട്ട് റിസർച്ച് പ്രപ്പോസൽ എന്താണോ അതിന്റെ തന്നെ ഒരു ഓവർവ്യൂ ആണ് കൊടുക്കുന്നത്. ഇത് ഏത് കോണ്ടെക്സ്റ്റ്, ഈ നമ്മള് പ്രപ്പോസ് ചെയ്യുന്ന ഈ ഗവേഷണം എവിടെയാണ് നടക്കുന്നത്, ഹിസ്റ്റോറിക്കൽ സ്പേഷ്യൽ കോണ്ടെക്സ്റ്റ്, ഏത് സ്ഥലത്താണ് നമ്മളുടെ ഒരു ഫീൽഡ് എൻക്വയറി, അല്ലെങ്കിൽ ഒരു സ്പേസ് നമ്മൾ സ്ഥലം വെച്ചിട്ട് മാത്രമല്ലല്ലോ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ടെമ്പിളിന്റെ പഠനമാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ അതിനൊരു കോണ്ടെക്സ്റ്റും കൂടി നമ്മൾ ഈ റിസർച്ചിന്റെ തന്നെ കോണ്ടെക്സ്റ്റും സ്റ്റഡീന്റെ ഒരു കോണ്ടെക്സ്റ്റും തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കണം. അവിടെ തന്നെ നമ്മൾ ഒരുപാട്, നമുക്കൊരു ഹാബിറ്റ് ഉള്ള എന്താ വെച്ചാൽ നമ്മളെ അക്കാഡമിയെ പ്രവർത്തിക്കുന്ന ഒരു രീതിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഹാബിറ്റും കൂടിയാണ്. നമ്മുടെ വിചാരം നമ്മൾ കുറെ ജാർഗൻസ് എഴുതുമ്പോഴാണ്, ഞാനൊക്കെ അത് വിചാരിച്ചിരുന്ന ആളാണ്, കുറെ ഇങ്ങനെ ഭയങ്കര കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ എഴുതുമ്പോഴാണ് നമുക്ക് നമ്മളെ പ്രപ്പോസലിനൊരു വില ഉണ്ടാവുക. അങ്ങനെ വാക്കുകൾ
എഴുതുന്നതിൽ തെറ്റില്ല. പക്ഷെ ആ എഴുതുന്ന ഓരോ വാക്കും ഓരോ കോൺസെപ്റ്റിനും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. നമുക്ക് ക്ലാരിറ്റി ഇല്ലാതെ ഒരു കാണാൻ ഭംഗിയുള്ള അല്ലെങ്കിൽ ഭയങ്കര വലിയ വാക്കുകൾ എഴുതുന്നതിൽ, പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷനിൽ എഴുതുന്നതിൽ വലിയ കാര്യമില്ല. ഇതിനെ നമ്മൾ പലപ്പോഴും റിസർച്ച് പ്രപ്പോസൽ എഴുതുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു സബ്ജക്ട് ഏരിയനെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു urbanization-ന്റെ നമ്മുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു urban സ്റ്റഡീസിലായിരിക്കും നമ്മൾ അതിനെ പ്ലേസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളൊരു എക്കോളജിക്കൽ സ്റ്റഡീസിലും അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ലാർജർ സബ്ജക്ട് ഏരിയ അല്ലേ നമ്മൾ ഇപ്പൊ നമ്മളൊരു അൺപെയ്ഡ് വർക്ക് ഓഫ് വിമൻ ആണ് എഴുതുന്നത് വെച്ചാല് നമ്മളത് ഇൻഫോർമൽ എംപ്ലോയ്മെന്റിലാണോ നമ്മൾ അതിനെ പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫെമിനൈസേഷൻ ഓഫ് ഇൻഫോർമൽ എംപ്ലോയ്മെന്റ് ആണ്, അങ്ങനെ ഒരു ലാർജർ ഒരു സബ്ജക്ട് ഏരിയ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടല്ലോ. അത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കുറച്ചൊന്ന് ക്ലിയർ ആക്കണം. പക്ഷെ ഇൻട്രൊഡക്ഷന്റെ പർപ്പസ് എന്താ വെച്ചാല് സസ്പെൻസ് ബിൽഡ് ചെയ്യലല്ല. ഒരുമാതിരി നമ്മൾ പ്രപ്പോസൽ എന്താണോ പറയാൻ പോകുന്നത് അതൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ സംക്ഷിപ്തമായിട്ട് ഇടണം. അതൊരു കോൺസൈസ് ആയിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ഇടണം, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം ചിലപ്പോഴൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ട് തന്നെ എഴുതാറുണ്ട്. ഇത് നമ്മൾ വേറൊരു ഹെഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു കാരണം വെച്ചാൽ പലപ്പോഴും സബ് ഹെഡിങ്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി എഴുതാൻ എളുപ്പമാവുന്നുള്ള ഒരു അതൊരു എഴുത്തിന്റെ ഒരു പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഓരോ സബ് ഹെഡിങ്ങിലും നമുക്ക് എഴുതാൻ സാധിക്കും. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലത്തിൽ എന്താണ് ഇതിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ റിസർച്ച് നടത്താൻ പോകുന്നതിന്റെ സന്ദർഭവും സാഹചര്യവും കുറച്ചുകൂടി ഭംഗിയായിട്ട് വിശദീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് ഒരു എന്തൊക്കെ ബാക്ക് ഇൻഫർമേഷൻസ് ആണ്, പശ്ചാത്തല വിവരങ്ങളാണോ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടത്, അതൊക്കെ എഴുതുക. ഇത് മൊത്തം എഴുതുമ്പോൾ ഈ പഠനത്തിന് ഒരു യുക്തി വരും, നമ്മൾ റാഷണൽ എന്ന് പറയുന്നത്. ആ യുക്തിയാണ് എല്ലാവരും നോക്കുന്നത്. എന്തിനാണ് നമ്മൾ ഇത്രയും ഇതിൽ ഇൻട്രസ്റ്റ് ചെയ്യുന്നത്, വൈ ഷുഡ് എനിവെയർ, എന്തിനാണ് ആരെങ്കിലും ഇതിനെ കുറിച്ച് എന്തിന് ഒരാള് നിങ്ങളുടെ റിസർച്ച് പ്രപ്പോസൽ വായിച്ചിട്ട് ഇത് വർത്ത് സ്റ്റഡി എന്ന് പറയുന്ന ഒരു പഠനത്തിന്റെ യുക്തി ഉണ്ടല്ലോ, അത് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലത്തിലാണ് ക്യാപ്ചർ ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായും നമ്മളൊരു പഠന മേഖലയും കൂടിയും ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യണം. ഈ പഠന മേഖല രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നമ്മളുടെ ഫീൽഡ്, നമ്മളിത് ചെയ്യാൻ പോകുന്ന ഏരിയ, പക്ഷെ ഓൾസോ ഡിസിപ്ലിനറി ഒരു സബ് ഡിസിപ്ലിനറി ഏരിയ. നേരത്തെ പറഞ്ഞ പോലെ അഗ്രോ എക്കോളജി ആണോ, അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ റൈറ്റിംഗ് ഫ്രം പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ കൺട്രി, അങ്ങനെ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ ഫെമിനിസ്റ്റിനെ കുറിച്ചാണോ, ആ ഒരു ഫീൽഡ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇവിടെയും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫാക്റ്റും ഡാറ്റയും ഇടുക എന്നുള്ളതാണ്. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഏതൊരു വിഷയത്തിനെ കുറിച്ചും നമുക്ക് പറയാവുന്നതിലൊരു എന്ത് വേണേലും പറയാം. നമ്മൾ ഇൻഫർമേഷൻ ഏതിലാണല്ലോ ജീവിക്കുന്നത്, ഏത് ടോപ്പിക് ആയാലും ഏത് വിഷയമായാലും എത്ര വേണമെങ്കിലും സംസാരിക്കാനുള്ള എഴുതാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷെ നമ്മൾ ആ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. അതിപ്പോ PhD ആണെങ്കിലും അല്ലാതെ വേറെ ഏത് പ്രപ്പോസെങ്കിലും നമ്മൾ ഓവർ അംബീഷ്യസ് ആവാതെ അതിനൊരു ബൗണ്ടറി ഫിക്സ് ചെയ്യാൻ. ചില ഹാക്കുകളൊക്കെ ഉള്ളത് എന്താ വെച്ചാൽ നമ്മൾ അതൊരു ഒരു ഭൂപ്രദേശത്തിൽ അതിന് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നില്ല. നമ്മളിപ്പോ ഇന്ത്യന്റെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിന്റെ പഠനത്തിനാണെങ്കിൽ അത് അവിടെ ലൊക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിത് കേരളത്തിലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ എടുത്തിട്ട് ഇതൊരു റീജിയന്റെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു കപ്പിൾ ഓഫ് ടെക്സ്റ്റുകൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ കപ്പിൾ ഓഫ് ഓതേഴ്സ് മാത്രമാണ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ, ആ രീതിയിൽ ഒരു ബൗണ്ടറി ഫിക്സ് ചെയ്യാം. പിന്നെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഒക്കെ ആണെങ്കിൽ ടൈം പീരീഡ് ഒരു വലിയ ഫാക്ടറാണ് ബൗണ്ടറി ഫിക്സ് ചെയ്യുന്നതിന്. പിന്നെ എക്കണോമിക്സ് ആണെങ്കിൽ നമ്മൾ ഡേറ്റ സെറ്റ് ഏതാണ്, നമ്മളിപ്പോ സെൻസസ് ഡേറ്റ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്, കപ്പിൾഡ് ബൈ സംതിങ് എൽസ് ആണെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇപ്പൊ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ദിസ് ഇസ് വേർ വി വാണ്ട് ടു ഡു. അപ്പൊ അതിന്റെ ഒരുപാട് കോംപ്ലക്സിറ്റീസ് നമുക്ക് അഡ്രസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ എല്ലാരും കൺഫ്യൂസ്ഡ് ആവുന്ന വേറൊരു
നെക്സ്റ്റ് സബ് ഹെഡ് എന്ന് പറയുന്നതാണ് ലിറ്ററേച്ചർ റിവ്യൂ. അപ്പൊ നമ്മൾ ടൈറ്റിൽ വർക്ക് ചെയ്തു, ഇൻട്രൊഡക്ഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം, പിന്നെയാണ് നമ്മളിപ്പോ ലിറ്ററേച്ചർ റിവ്യൂക്ക് വരുന്നത്. ഇപ്പൊ റിവ്യൂ എന്ന് പറയുന്നത് ഒരു അവലോകനം, അതൊരു എൻഗേജ്മെന്റ് ആണ്. ലിറ്ററേച്ചർ റിവ്യൂ തന്നെ ഒരു 2 മണിക്കൂർ സംസാരിക്കാനുള്ള കാര്യമുണ്ട്. നമുക്കൊന്നും നമ്മളൊക്കെ PhD കഴിഞ്ഞവരാണ്. ശ്രീകല നേരത്തെ പറഞ്ഞ പോലെ ആ സമയത്തൊക്കെ നമുക്ക് കിട്ടാത്തൊരു ട്രെയിനിങ് പിന്നീട് നമ്മളത് അറിയുമ്പോൾ അത് നേരത്തെ തന്നെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഇനീഷ്യേറ്റീവ് തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ലിറ്ററേച്ചർ റിവ്യൂ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായും നിങ്ങളിപ്പോ ഒരു PhD അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ എഴുതുന്ന സമയത്ത് ആരും എക്സ്പെക്ട് ചെയ്യില്ല നിങ്ങൾ അതിലുള്ള എല്ലാം വായിച്ചിരിക്കും. പിന്നെ PhDക്ക് ഒരു കഥ ഇല്ലല്ലോ, PhD ചെയ്യുന്നത് നമ്മൾ അതിനോടുള്ള ഒരു ഇൻഡെപ്ത് എൻഗേജ്മെന്റ്. പക്ഷെ വാട്ട് റിവ്യൂ എന്നുള്ള രീതിയിൽ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ അതിന്റെ കീ ടെക്സ്റ്റുകളും അല്ലെങ്കിൽ ഏതൊക്കെ റിവ്യൂ പേപ്പേഴ്സ് ആണ്, അതിലെ റീസെന്റ് മോസ്റ്റ് അപ്ഡേറ്റഡ് കോൺവെർസേഷൻസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് എന്താന്നുള്ള രീതിയിൽ ഒരു ധാരണ വേണം. പിന്നെ ഈ ഓരോ റിവ്യൂ, ഹൗ ടു റിവ്യൂ എന്നുള്ളതിന് ഒരുപാട് മോഡലുകളും എക്സൽ ഷീറ്റുകളും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മോഡലുകളും AI ഒക്കെ ഉണ്ട് ഇപ്പൊ. ആ ഒരു ഹൗ ടു റിവ്യൂ പ്രോസസ് നമ്മൾ എസ്റ്റാബ്ലിഷ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആക്ച്വലി അത് റിവ്യൂ ചെയ്യാൻ പറ്റും. എന്റെ തന്നെ കൊളീഗ് ആയിട്ടുള്ള വിദുഷി ഓൺലൈൻ ഉണ്ടെന്ന് തോന്നുന്നു, പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരുപാട് ഒരു 19 പേരുള്ള റൂമാണ് വിചാരിക്കാം. അവിടെ എല്ലാവരും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വിഷയത്തെ സംബന്ധിച്ച്, മേ ബി ഒരു സിനിമയെ പറ്റിയാണ്, കുറച്ച് സിനിമകളെ പറ്റിയിട്ട്, ഒരു കാലഘട്ടത്തിലെ സിനിമകളെ പറ്റിയിട്ടാണ് വിചാരിക്കാം. നമുക്കത് അവിടെ ആ റൂമിൽ കയറി നമ്മളതെല്ലാം കേട്ട് അല്ലെങ്കിൽ കണ്ട് ഒന്ന് ഒബ്സർവ് ചെയ്ത് പുറത്തിറങ്ങി നമ്മൾ ഒരാളോട് നമ്മളത് പറയുമ്പോൾ മറ്റാളത് പറഞ്ഞു, മറ്റാളത് പറഞ്ഞു, അതിന്റെ പിന്നെ അയാൾ പറഞ്ഞു, അത് പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു, അത് പറഞ്ഞു, അങ്ങനെയല്ലല്ലോ നമ്മൾ പറയാം. നമ്മളൊരു റിപ്പോർട്ടിംഗ് അല്ലല്ലോ ചെയ്യാം. നമ്മൾ ഈ ഒരു രീതിയിലായിരുന്നു ഒരു തരത്തിലുള്ള സംഭാഷണങ്ങൾ മുന്നോട്ട് പോയിരുന്ന വെച്ചാല് പിന്നെ ഇവര് വന്നിട്ട് ഇവരായിട്ട് ഇങ്ങനെ എൻഗേജ് ചെയ്തപ്പോ പിന്നെ ഈ രീതിയിലാണ് നമ്മൾ ബാക്കിയുള്ള അങ്ങനെയാണ് പിന്നെ ചർച്ചകൾ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്താൽ ഇത് ശരി നന്നായിരിക്കും നല്ല രീതിയിൽ ഒരു എൻഗേജ്മെന്റ് ആണ് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത്. ഈ ഒരു എൻഗേജ്മെന്റ് ഒരു ലോങ് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രപ്പോസൽ എടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാം കവർ ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ വായിച്ചിട്ടില്ലല്ലോ, അങ്ങനെ ഒരു ടെൻഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആവേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ആൾക്കാരോട് സംസാരിക്കാം. അതൊരു വലിയ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റോ പ്രപ്പോസൽ ഒക്കെ എഴുതി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരോട് സംസാരിച്ചാല് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് കുറച്ച് വർക്കുകളൊക്കെ ആൾക്കാരിൽ നിന്ന് പറയും. ഇത് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ വൃത്തിയിൽ റിവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു സമ്മറി അല്ല, ഈ ടെക്സ്റ്റ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ആണ്. നമ്മൾ ഒരു സമ്മറി എക്സസൈസ് ആയിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ലിറ്ററേച്ചർ റിവ്യൂവിന്റെ വീഡിയോസും കഷ്ടിന്റെ യൂട്യൂബ് പേജിലുണ്ട്. ലിറ്ററേച്ചർ റിവ്യൂ ഒരുപാട് പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു കഷ്ടിന്റെ ഒരു എഫേർട്ടും കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും മലയാളത്തിലും ഒരിക്കലും ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നോട്ട് എവറിത്തിങ് അണ്ടർ ദ സൺ ഹാസ് ടു ബി റെഡ്, അത് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വായിക്കണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ലിറ്ററേച്ചർ റിവ്യൂ കഴിഞ്ഞാൽ നമ്മൾ വരുന്നതാണ് റിസർച്ച് ക്വസ്റ്റ്യൻസ്, നമ്മളെ ഗവേഷണത്തിന് നമ്മൾ കണ്ടെത്തുന്ന ചോദ്യങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സത്യം പറയാൻ നമ്മള് മൊത്തം ഗവേഷണത്തിന് ഒരു ദിശാബോധം തരുന്നത് ഈ റിസർച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം കണ്ടെത്തലും കൂടിയാണ് നമ്മളുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ തന്നെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റിസർച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ടെക്നിക്കൽ ടേമിലോട്ട് പോവല്ല, എന്നിരുന്നാലും ഒരു പോസിറ്റിവിസ്റ്റ് എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഓണ്ടോളജി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാറ്റഗറിയിൽ റിസർച്ച് ഡിസൈൻ ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ അതിന്റെ റിസർച്ച് ഡിസൈനിലോട്ട് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഒന്നുകൂടി ഇന്റർപ്രറ്റീവ് ആയിട്ടുള്ള എപ്പിസ്റ്റമോളജിയാണ്, കുറച്ചും കൂടിയും സബ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഓണ്ടോളജിക്കൽ ഇതിനെ നോക്കുന്നത് വെച്ചാൽ
നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഗവേഷണത്തിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകൾ എടുത്ത് ഫീൽഡ് വർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ തിരിച്ചു വന്ന് ഇതിനെ റീലുക്ക് ചെയ്യുന്ന വീണ്ടും വിചാരം ഉണ്ടാവുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് ഫീൽഡ് സ്റ്റഡീസ്. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് വാക്കുകൾ മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാല് റിസർച്ച് ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന റിസർച്ച് മെത്തഡോളജി അനുസരിച്ചിട്ട് ഈ റിസർച്ച് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എക്സ്ട്രീംലി ഫിക്സേറ്റഡ് ആകാം. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മേ ബി ഒരു ക്വാണ്ടിറ്റേറ്റീവ് എൻക്വയറി ഒക്കെയാണ് നമ്മൾ സ്റ്റഡി ചെയ്താല് അതിൽ പിന്നെ അധികം ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് കുറച്ചും കൂടി ഒരു ഫീൽഡ് ബേസ്ഡ് സ്റ്റഡി ഒക്കെയാണ്, ഒരു എത്നോഗ്രഫി ഒക്കെയാണ് വെച്ചാൽ നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഐറ്ററേറ്റീവ് പ്രോസസ്സിലൂടെ ഒരു വന്ന് വീണ്ടും നോക്കി വീണ്ടും ചിന്തിച്ച് ഒരു അങ്ങനത്തെ ഒരു റിസർച്ച് ഡിസൈനും സ്കോപ്പ് ഉണ്ട്. എന്ത് തന്നെ ആയാലും നമ്മളുടെ ഗവേഷണ പ്രപ്പോസലിൽ ഇപ്പൊ ഒരു ആൾക്കാരെ മാർച്ച് നോക്കുകയാണെങ്കിൽ അവര് ഡെഫിനറ്റ്ലി നോക്കുന്ന കാര്യമാണ് റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അതിനെ കുറിച്ച് കുറെ വായിച്ചു, കുറെ ചിന്തിച്ചു, കുറെ ആൾക്കാരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന കുറെ അധികം ചോദ്യങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ ഒരു സ്ഥലത്ത് എഴുതിയിടും. ആൻഡ് ഇത് പിന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു കുറെ ചോദ്യങ്ങളിൽ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇതിലിരിക്കുന്നത്. ഈ റിസർച്ച് ക്വസ്റ്റ്യൻസിന്റെ ഫീസിബിലിറ്റി ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു ഫീസിബിലിറ്റി വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന വളരെ രസമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ആ ഒരു ഫീസിബിലിറ്റിയും കൂടി നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. വളരെ പോയിന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പ്രോസസ്സിന് ശേഷം നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ അത് ഉണ്ടാവേണ്ടത്. പിന്നെ വരുന്നത് റിസർച്ച് എയിംസും റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാല് റിസർച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് വളരെയധികം ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ് ഒബ്ജക്റ്റീവ്. ഇതും നമ്മുടെ ഈ ഒരു ഗവേഷണ യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അത് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇതിൽ പ്രാക്ടിക്കലും പ്രൊഫഷണലും അക്കാഡമിക് ഗോളുകളും വരെ ഉണ്ടാകും. നമ്മൾ ചിലപ്പോൾ ഒരു റിസർച്ച് ചെയ്യുന്നത് നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെ ഭാഗമായിരിക്കാം. പക്ഷെ ആ ഒരു എയിം അങ്ങനെ തന്നെയല്ലോ, അത് ചെയ്യുന്നതിന്റെ ഒരു അക്കാഡമിക് പരിവേഷം ഉണ്ടല്ലോ, അത് എഴുതുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. പക്ഷെ ഇത് വളരെ എളുപ്പമാണ്. അത് റിസർച്ച് ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു സ്പെസിഫിക് ഗോൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് അച്ചീവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ജോലി കിട്ടാനാണ് ചിലപ്പോൾ എഴുതേണ്ടത്. പക്ഷെ അതല്ല നമ്മൾ അതിനൊരു അക്കാഡമിക് രീതിയിലാണ് ഞാൻ പറയുന്നത്. ഈ ഒരു പ്രോസസ് നമ്മളുടെ ഒരു സ്പെസിഫിക് ഗോൾസ് അത് എവിടെ നമ്മൾ എത്തിച്ചേർക്കും, പിന്നെ ആ ഒരു വലിയ ഗോളിലുള്ള സ്മോളർ കോൺക്രീറ്റ് ആക്ഷൻസ് ആണ്. ഇതിന്റെ ടെക്നിക്കാലിറ്റിയിൽ വളരെ ഡെപ്ത് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ പലപ്പോഴും നിങ്ങൾ എഴുതുന്ന സമയത്ത് പ്രോസ്പെക്ടസിൽ എന്താണ് അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കുക. ചിലർ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടാവും എഴുതണം എന്നുള്ളത്. അപ്പൊ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു ക്വിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇതാണ് റിസർച്ച് ക്വസ്റ്റ്യൻ. ഇത് വളരെ ബ്രോഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അഡ്രസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആർ ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സ് ഇൻ അർബൻ ഏരിയാസ് ഡിസ്പ്രപ്പോർഷനേറ്റ്ലി എഫക്റ്റഡ് ബൈ പോവർട്ടി റിലേറ്റീവ് ടു മെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സ്? ഇത് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യനിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇത് ഒരുപാട് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഈ റിസർച്ച് ക്വസ്റ്റ്യൻ നമ്മൾ അഡ്രസ് ചെയ്തിട്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന റിസർച്ചിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ പോവർട്ടി ഇൻസിഡൻസ്, സെക്യൂരിറ്റി ആൻഡ് ലിവിംഗ് കണ്ടീഷൻസ് ബിറ്റ്വീൻ ഫീമെയിൽ ആൻഡ് മെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സ് ഇൻ അർബൻ ഏരിയ. ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ നോക്കിയത് ടൈറ്റിൽ നോക്കി, ഇൻട്രൊഡക്ഷൻ നോക്കി, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം നോക്കി, ലിറ്ററേച്ചർ റിവ്യൂ നോക്കി, റിസർച്ച് ക്വസ്റ്റ്യൻസ്, റിസർച്ച് ഒബ്ജക്റ്റീവ്. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം വരുന്നത്, അത് നമ്മുടെ മെത്തഡോളജിയാണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, മെത്തഡോളജി മെത്തേഡും ഒന്നല്ല. മെത്തഡോളജിന്റെ ഒരു ഭാഗമാണ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ മെത്തഡോളജിയും മെത്തേഡും ഒന്നാണെന്ന് വിചാരിക്കുന്നതാണ്. മെത്തഡോളജി ഒരു കണക്കിന് നമ്മൾ നേരത്തെ പറഞ്ഞ റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സ്ലൈഡ് ഓർമ്മ ഉണ്ടല്ലോ,
എങ്ങനെയാണ് നമുക്കൊരു റിസർച്ച് ഐഡിയ വരുന്നത്, അത് പിന്നെ നമുക്ക് എങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അത് എങ്ങനെ നമ്മൾ രീതിശാസ്ത്രത്തിലേക്ക് ഫീഡ് ചെയ്യുന്നുള്ളത്. ഇപ്പൊ അപ്പൊ മെത്തഡോളജിന്റെ ഭാഗമായിട്ട് ശരിക്കും ഒരു തിയോറിറ്റിക്കൽ ഫ്രെയിം വർക്ക് ഒക്കെ വരണം. ഉദാഹരണമായിട്ട് ഈ റിസർച്ച് ക്വസ്റ്റ്യൻ എടുക്കാം. ഈ റിസർച്ച് ആണ് ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇതൊരു റിസർച്ച് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. ഞാൻ ചെയ്യുന്ന റിസർച്ച് പ്രൊജക്റ്റിന്റെ ഇതിലൊരു ഇംപ്ലിസിറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലേ എന്റെ, അതായത് ഒരു ഫെമിനൈസേഷൻ ഓഫ് പോവർട്ടിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിന്നല്ലേ ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള സാധനമല്ല, അതിലൊരു ഫെമിനൈസേഷൻ പ്രോസസ്സും കൂടി നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഫെമിനിസ്റ്റ് എക്കണോമിസ്റ്റും പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് ജെൻഡർ ആൻഡ് പോവർട്ടി ഒക്കെ ചെയ്യുന്നവര് ചെയ്തൊരു സ്കോളർഷിപ്പിന്റെ ഭാഗമായിട്ട് ഇതൊരു പോസ്റ്റ് കോവിഡ് സമയത്താണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ഒരു റിലവൻസ് കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ഒരു നാച്ചുറൽ ഷോക്ക് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് വീണ്ടും ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സ് അതിദാരിദ്ര്യത്തിലേക്ക് പോകുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊരു ചോദ്യത്തിൽ എത്തിച്ചേരുന്നതിൽ തന്നെ എനിക്കൊരു ഒരു 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 സിദ്ധാന്തം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ആ വർക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഫെമിനൈസേഷൻ പോവർട്ടി, അതായത് ജെൻഡറും പോവർട്ടിയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ഒരു അപ്രോച്ചും കൂടി നമ്മൾ മെത്തഡോളജി എഴുതുമ്പോൾ വരും. അത് വായിച്ച് നമ്മൾ അങ്ങനെ അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വരും. ഇതിൽ തന്നെ ഈ മെത്തഡോളജിയിൽ തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കോൺസെപ്റ്റ് പറഞ്ഞ പോലെ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്നുകൂടി ക്ലിയർ ആക്കേണ്ട സ്ഥലമാണ് മെത്തഡോളജി. ഉദാഹരണമായിട്ട് ഇപ്പൊ പോവർട്ടിയിൽ ഒരുപാട് രീതിയിൽ പോവർട്ടി മെഷർ ചെയ്തിട്ടുണ്ട്. റിലേഷണൽ പോവർട്ടി ഉണ്ട്, ആബ്സല്യൂട്ട് പോവർട്ടി ഉണ്ട്, പിന്നെ അതിന്റെ ഒരു മെഷർമെന്റ്സ് ഉണ്ട്, അല്ലാതെ എക്സ്പീരിയൻസ് ഓഫ് പോവർട്ടി ഉണ്ട്. അപ്പൊ ഈ പോവർട്ടി എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ റിസർച്ച് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഏർബനൈസേഷൻ, നമ്മൾ ഏർബൻ ഹൗസ് ഹോൾഡ്സിലെ ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സ് ആണ്. ഏർബനൈസേഷൻ എന്ന് പറയുമ്പോൾ ഏത് ഡെഫിനിഷൻ വെച്ചാണ് നമ്മൾ ഏർബനൈസേഷൻ മനസ്സിലാക്കുന്നത്? അതിൽ തന്നെ ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സ് പറയുമ്പോൾ നമ്മൾ എല്ലാ ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സ് നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വിഡോസ് മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അൺമാരീഡ് വിമൻ ആണോ നോക്കുന്നത്, അല്ലെങ്കിൽ സിംഗിൾ വിമൻ ആയിട്ട് ജീവിക്കുന്നവരെയാണോ നമ്മൾ നോക്കുന്നത്? ആ രീതിയിലൊക്കെ കോൺസെപ്റ്റ്സ് നമുക്ക് ക്ലിയർ ആയിരിക്കണം. പിന്നെ മെത്തേഡ്, ഇപ്പൊ ഇതിനൊരു എക്സ്പീരിയൻഷ്യൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ലെവലിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ സർവേ ചെയ്യും. നമ്മൾ സർവേ ചെയ്യുകയാണെങ്കിൽ അത് ഏതൊക്കെ ഫീൽഡ് ലൊക്കാലിറ്റീസിലാണ് ചെയ്യുന്നത്, ആ സർവേന്റെ ആ സർവേ ആയിട്ട് പിന്നെ നമ്മൾ ഒരു ക്വാളിറ്റേറ്റീവ് ഡാറ്റയും കൂടി ഒരു ഇൻഡെപ്ത് ഇന്റർവ്യൂസും കൂടി അതിൽ ഉൾക്കൊള്ളിക്കോ, അല്ലെങ്കിൽ വെറും സെക്കൻഡറി ഡേറ്റ വെച്ചിട്ടുള്ള ഒരു റിസർച്ച് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് ഉള്ളത്? ഇനി അതും അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു കമ്മ്യൂണിറ്റീന്റെ എത്നോഗ്രഫി ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആ രീതിയിൽ മെത്തേഡ്സും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. പിന്നെ വേണ്ടിടത്തൊക്കെ സാമ്പിൾ സൈസും സെലക്ഷൻ ക്രൈറ്റീരിയ ആ രീതി. ഇപ്പൊ ഒരു വലിയ സിറ്റിയിൽ, ഇപ്പൊ എറണാകുളം പോലുള്ളൊരു വലിയ നഗരത്തില് നമ്മള് വൈപ്പിനിലെ സ്ത്രീകളുടെ ഇൻഫോർമൽ എംപ്ലോയ്മെന്റ് ആണ് പഠിക്കുന്ന വിചാരിക്കാം. അത് പഠിക്കുന്ന സമയത്ത് അതാണ് നമ്മൾ സെലക്ഷൻ ക്രൈറ്റീരിയ വെച്ചാൽ നമ്മൾ പറയുന്നത് ഒരു വൈപ്പിന്റെ ആ ഭൂപ്രദേശത്തിന്റെ ചരിത്രം, അതിന്റെ ഒരു ക്ലൈമറ്റ് ഷോക്ക്, അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി, അതിന്റെ ഒരു ചരിത്രം കൂടി അതിൽ വളരെ എംബഡഡ് ആണല്ലോ. അപ്പൊ നമ്മൾ കേരളത്തിന്റെ ഒരു നരേറ്റീവ് അല്ല പറയും. മേ ബി ദാറ്റ് നരേറ്റീവ് വിൽ കണക്ട് മോർ വിത്ത് ഇതേപോലത്തെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലുള്ള ഒരു പ്രദേശമായി. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഫീൽഡ്, നമ്മൾ ഏത് സാഹചര്യമാണ് ഏത് സന്ദർഭത്തിലാണ് എന്ന് പറയുന്നത് രീതിയിൽ നന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു മെത്തഡോളജിക്കൽ അപ്രോച്ച് നമ്മൾ ഇതിനെ ചൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് എഴുതാം. ഇനിയിപ്പോ നിങ്ങൾ പ്രപ്പോസൽ എഴുതുന്ന സമയത്ത് മെത്തഡോളജിയും മെത്തേഡും സെപ്പറേറ്റ് ഹെഡിങ്സ് ആയിട്ട് എഴുതണമെങ്കിൽ അതും കുഴപ്പമില്ല, അതും വെരി മച്ച് ഫൈൻ ആണ്. പിന്നെ ഫൈനലി റെഫറൻസസ് ആൻഡ് വർക്കിംഗ് ബിബ്ലിയോഗ്രഫി. അധികവും ഇൻടെക്സ്റ്റ് സൈറ്റേഷൻസ് മാത്രം റെഫറൻസസ് ഇടുന്ന രീതിയാണ് ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മളൊരു മെയിൻ ടെക്സ്റ്റിൽ നമ്മൾ ഇൻടെക്സ്റ്റ് ചെയ്തിട്ടുള്ള സൈറ്റേഷൻസ് മാത്രം നമ്മൾ അവസാന റെഫറൻസസ് കൊടുക്കുമ്പോൾ ഇടുക എന്നുള്ളത്. പക്ഷെ ചിലപ്പോ പലരൊക്കെ നമ്മൾ വേറെ ഏതൊക്കെ ടെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ എൻഗേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു എക്സ്റ്റൻഡഡ് ബിബ്ലിയോഗ്രഫി ഒക്കെ ചോദിക്കും. നമ്മളത് വായിച്ചിട്ടുണ്ടാവണമെന്നില്ല, നമ്മൾ അതായിട്ട് ഈ എഴുതിയ പ്രപ്പോസലിൽ എൻഗേജ് ചെയ്തിട്ടൊന്നുമില്ല. എന്നിരുന്നാലും
ദിസ് ഇസ് ഇൻ ദ പൈപ്പ് ലൈൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ലാർജർ ബിബ്ലിയോഗ്രഫി കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഒരു കൺസിസ്റ്റന്റ് സൈറ്റേഷൻ സ്റ്റൈൽ യൂസ് ചെയ്യുക. അതൊക്കെ ഒരു പ്രൊഫഷണൽ പ്രപ്പോസലിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇരുന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യാൻ സഹായിക്കുന്ന. സൊട്ടേറോ അതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ബ്രോഡ്ലി ടു റൈറ്റ് റിസർച്ച് ഡിസൈൻ ഇത്രയേ ഉള്ളൂ. ടൈറ്റിൽ, ഇൻട്രൊഡക്ഷൻ, set of problem, literature review, research questions, objectives, methodology, and your references and working with bibliography. പക്ഷെ ഇപ്പോ ഫോർ ഗുഡ് ഒരുപാട് എത്തിക്സിനെ കുറിച്ചിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ട്. എത്തിക്സ് പല രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഗവേഷണ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാം. ഒന്നാമത് ഇപ്പൊ നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രവേശനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ കുറിച്ചാണ് പഠിക്കുന്നത് വെച്ചാല് ആ സെൻസിറ്റിവിറ്റിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു എത്തിക്സും കൂടി ഉണ്ട്. അല്ലെങ്കിൽ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പല പല സോഴ്സസ് ഓഫ് ഡാറ്റയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു എന്നുള്ളൊരു സാധനമല്ലേ. നമ്മളുടെ ഒരു പൊസിഷനാലിറ്റി എന്താണ്. ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ്, ക്ലാസ്സിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് ഇപ്പൊ നമുക്ക് കുറച്ച് കണക്ഷൻസ് ഉണ്ട് നമുക്ക് കിട്ടാൻ എളുപ്പമുള്ള. അപ്പൊ അതിന്റെ ഒക്കെ ഒരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. പിന്നെ നമ്മളുടെ തന്നെ പൊസിഷനാലിറ്റി, പലപ്പോഴും നമ്മള് ഇൻസൈഡർ ആണോ ഔട്ട്സൈഡർ ആണോ എന്നുള്ള രീതിയിൽ എത്നോഗ്രഫിയിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യും. പക്ഷെ അത് ഇൻസൈഡർ ആണോ ഔട്ട്സൈഡർ ആണോ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതലല്ല. നമ്മൾ ആ ഒരു ഔട്ട്സൈഡർ ആണ് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ എന്റെ റിസർച്ചിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ. ഇതേ കാര്യം ഇൻസൈഡറിനും ആപ്ലിക്കബിൾ ആണ്. പലപ്പോഴും നമ്മളുടെ എന്നുള്ള നമ്മളുടെ അനുഭവങ്ങളെ നമുക്കൊരു റിസർച്ചിന്റെ ഒരു ഗവേഷണ രീതിയിൽ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ വെച്ചാൽ. പിന്നെ ഇൻഫോം കോൺസെന്റ്, കോൺഫിഡൻഷ്യാലിറ്റി, റാപ്പോ ബിൽഡിംഗ് ഡ്യൂറിംഗ് ഇന്റർവ്യൂസ്. അപ്പൊ എത്തിക്സ് ചിലപ്പോൾ ഒരു സെപ്പറേറ്റ് ടെക്നിക്കൽ കൺസൾട്ടേഷൻ ആയിട്ട് തന്നെ നിങ്ങളെ പ്രപ്പോസലിൽ ചോദിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇനി കേസ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇതൊരു എൻകറേജിങ് പ്രാക്ടീസ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് ബ്രോഡ്ലി ഇറ്റ്. അപ്പൊ ജനറൽ ടിപ്സ് ഇസ് ദിസ്. ഭയങ്കര വ്യക്തമായിട്ട് എഴുതുക. ജാർഗൻസ് അവോയ്ഡ് ചെയ്യുക. ജാർഗൻസ് യൂസ് ചെയ്യുന്നതിന് തന്നെ നമുക്ക് ധാരണയുള്ള ജാർഗൻസ് യൂസ് ചെയ്യുക. ആരെങ്കിലും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ ആ ഒരു ട്രാപ്പിൽ പെട്ടോണ്ടാണ് പറയുന്നത്. പിന്നെ ഫോക്കസ് ആണ്. നമ്മള് എന്താണ് ഇതിന്റെ ഇപ്പൊ ഈ ഒരു 4-5 പേജ് ഒരാളത് വായിച്ചതിന് ശേഷം ഫോക്കസ് എന്താണ് എന്നുള്ള രീതിയിൽ ഒരു ധാരണയില്ല വെച്ചാൽ അതൊരു ഭയങ്കര ഫ്ലോ ആണ്. ഒരു വളരെ നെഗറ്റീവാണ്. ഒരു 5 പേജ് ഒരാൾ നമ്മളെ പ്രപ്പോസൽ വെച്ചാൽ അതിനൊരു ഫോക്കസ് ഇല്ലല്ലോ. ആ ഫോക്കസ് നമ്മൾ കൊണ്ടുവരാൻ പറ്റുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സബ് ഹെഡിങ്സ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ഒരു എഴുതാനും കൂടി നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മളൊരു ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ ചേടാൻ മടിക്കരുത്. ഇപ്പൊ കഷ്മൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മൾ പലരും എക്സിസ്റ്റ് ചെയ്യുന്ന തന്നെ ഈ രീതിയിലുള്ള ഒരു റിസർച്ച് നമുക്ക് എങ്ങനെ ഒരു കളക്റ്റീവായിട്ട് ഇതൊരു എൻഗേജ്മെന്റ് ആക്കി മാറ്റാം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. അപ്പൊ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇസ് നെവർ ദ ഫൈനൽ ഡ്രാഫ്റ്റ്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പ്ലീസ് ഗോ അഹെഡ് ആൻഡ് സ്റ്റാർട്ട് ഇറ്റ്. ഫർദർ റിസോഴ്സസ് ഈ സ്ലൈഡ്സ് ഷെയർ ചെയ്യും. അപ്പൊ പിന്നെ ഈ റിസോഴ്സസ് കുഴപ്പമില്ല. സൊട്ടേറോ ഞാൻ നേരത്തെ പറഞ്ഞ ടൂളാണ്. അത് ഉപയോഗിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിച്ചു തുടങ്ങുക. സൈറ്റേഷൻ മാനേജ്മെന്റിൽ ഒരു വീഡിയോസ് ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എളുപ്പമാണ് പഠിക്കാൻ. അപ്പൊ ഇവിടെ ലെറ്റ് മീ കൺക്ലൂഡ് നോ. ഇനി നമുക്ക് കുറച്ചൊരു ഡിസ്കഷൻ ആയിരിക്കും തോന്നുന്നു കൂടി നന്നാവും. താങ്ക് യു ശ്രീകല. താങ്ക് യു സോ മച്ച് ഡോക്ടർ ഗായത്രി. ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് സെഷൻ. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റി. റിസർച്ച് തുടങ്ങുന്ന ഒരു സമയത്ത് ഞാനും നേരിട്ടിരുന്ന ഒരുപാട് ചോദ്യങ്ങളാണ്. ഇന്നിപ്പോ നമുക്ക് ഒരുപാട് പേർക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൽ വലിയ സന്ദോഷം. എന്റെ സൈഡിൽ നിന്ന് ചെറിയൊരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു. അത് പ്രശ്നം ഉണ്ടാക്കിയില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി പാർട്ടിസിപ്പൻസിന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് നിങ്ങൾ മലയാളത്തിലെ സെഷൻ ആയതുകൊണ്ട് മലയാളത്തിൽ തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. കംഫർട്ടബിൾ ഇംഗ്ലീഷിലാണെങ്കിൽ അങ്ങനെ ചോദിക്കാം. ചാറ്റിൽ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ, ഞാൻ വായിക്കാം. ക്രിട്ടിക്കൽ സ്റ്റഡി എന്ന് റിസർച്ച് ടോപ്പിക്സ് കൊടുക്കാമോ എന്നാണ് സജാദ് ഹാസ് ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ. സജാദ്, എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. നമ്മൾ 13 പേരേ ഉള്ളൂ. അപ്പൊ അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ കംഫർട്ടബിൾ ആണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ.
ടൈറ്റിലില് ക്രിട്ടിക് ക്രിട്ടിക്കൽ ആ സ്റ്റഡി ആ ഓഫ് സജസ്റ്റ് ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് എന്തെങ്കിലും ഗവൺമെന്റ് പോളിസീസ് അങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ടൈറ്റിലാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ടോപ്പിക് എടുക്കാൻ അല്ലെങ്കിൽ പറ്റുമോ? ലൈക്ക് വാട്ട് ഗവൺമെന്റ് ഹാസ് ഓൾറെഡി ഇംപ്ലിമെന്റഡ് സംവെയർ സംതിങ്. അപ്പൊ ആ ഒരു പോളിസിന്റെ ക്രിട്ടിക്കൽ സ്റ്റഡി അങ്ങനെ ഒരു ടോപ്പിക് എടുക്കാൻ പറ്റുമോ? വിഷയം അതിന്റെ റിലവൻസ് നമുക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയാൽ എങ്ങനെ വേണമെങ്കിലും എടുക്കുന്നതിൽ കുഴപ്പമില്ല. പിന്നെ അത് ക്രിട്ടിക്കൽ സ്റ്റഡി ആണോ അതിന്റെ ഇമ്പാക്ട് സ്റ്റഡി ആണോ അതിന്റെ ഒരു ആ രീതിയിൽ ചിലപ്പോൾ നമുക്ക് ലിറ്ററേച്ചർ വായിക്കുമ്പോൾ ക്രിട്ടിക്കൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കും ക്രിറ്റിസിസവും തമ്മിലുള്ള എക്സാമ്പിൾ ഞാൻ എന്റെ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നതാണ്. ക്രിട്ടിക് ആണ് ശരിക്കും ക്രിട്ടിക് QUE അവസാനമുള്ള ക്രിട്ടിക് ആണ് നമ്മൾ ശരിക്കും സ്കോളേഴ്സ് ചെയ്യുന്ന കാര്യം. അങ്ങനെയാണ് സ്കോളർഷിപ്പ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഏത് സ്റ്റഡി ആയാലും അതിന്റെ ഒരു ഏതൊരു വർക്ക് ആയാലും അതിന്റെ ഒരു ക്രിട്ടിക്കിലൂടെയാണ് നമുക്ക് നമ്മുടെ സ്കോളർഷിപ്പ് തന്നെ മുന്നോട്ട് പോകണമെന്ന് അറിയാം. ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമ്മൾ ഒരു പോളിസി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് അതിന്റെ ക്രിറ്റിസിസം. അപ്പൊ ഒരു ക്രിറ്റിസിസം എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി അതിനെ ടൈറ്റിലോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്താൽ സംവെയർ യു ഓൾറെഡി അറൈവ്ഡ് അറ്റ് എ കൺക്ലൂഷൻ. പക്ഷെ ക്രിട്ടിക് ആണെങ്കിൽ കുഴപ്പമില്ല. ശ്രീകലയ്ക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ക്ലിയർ ആണോ? അതെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമേ ക്രിട്ടിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കൺക്ലൂഷൻ മനസ്സിൽ വെച്ച് തുടങ്ങരുത്. അത് ഞാനിപ്പോ എന്റെ സ്റ്റുഡൻസിന്റെ അടുത്തും പറയുന്നതാണ്. ഞാൻ ഓഡിബിൾ അല്ലേ? ക്ലിയർ അല്ലേ പറയുന്നത്? ഞാൻ എന്റെ സ്റ്റുഡൻസിനോടും പേപ്പർ എഴുതുമ്പോൾ പറയുന്ന ഒരു സാധനം, എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് ആദ്യമേ ധാരണ വെച്ച് തുടങ്ങരുത്. അപ്പൊ പിന്നെ ഈ ചെയ്യുന്ന പർപ്പസ് ഇല്ലാണ്ടാവുമല്ലോ. കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ എന്ന് ആദ്യമേ അത് ലൈക്ക് വി സേ ക്രിട്ടിക് ഇസ് ദ വേ ടു ഗോ ടു ലൈക്ക് ആൻഡ് ദെൻ ഇവൻച്വലി നമ്മൾ അതിലേക്ക് എത്തും. നമ്മൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാണോ ഈ പോളിസി അല്ലെങ്കിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാണോ എങ്ങനെയാന്നുള്ളതിലേക്ക് നമ്മൾ എത്തുകയാണ് വേണ്ടത്. അപ്പോ തുടക്കമേ അങ്ങനെ ആവരുത് എന്നാണ് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. There's a question. Shimjit ഒരു question ഇട്ടിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. How to determine the length of a research question or topic? How to determine if this topic can be completed in 4 to 5 years or this is long enough to research for 4 to 5 years? That is a very interesting question. പ്രാക്ടിക്കലി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ ഞാൻ PhD ആണ് ഷിംജിത്ത് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് ചോദ്യത്തിൽ മനസ്സിലായത്. ഇപ്പൊ നമ്മളൊരു റിസർച്ച് പ്രപ്പോസൽ ആയിട്ട് നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോവല്ലോ, അപ്ലൈ ചെയ്യല്ലോ ഒരു സ്ഥലത്ത്. ആ സമയത്ത് നമ്മളുടെ ഒരു ധാരണ വെച്ചിട്ട് നമ്മൾ ആ പ്രപ്പോസൽ എഴുതുക എന്നുള്ളതാണ്. ഇത് നമുക്ക് 4 കൊല്ലം 5 കൊല്ലത്തിൽ തീർക്കാൻ പറ്റുമോ എന്നുള്ള രീതി. പക്ഷെ പിന്നെ നമുക്കൊരു PhD കോഴ്സ് വർക്ക് എന്നുള്ളൊരു പ്രോസസ് ഉണ്ട്, നമുക്കൊരു സൂപ്പർവിഷൻ ഉണ്ട്, റിസർച്ച് അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. ആ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി റിഫൈൻഡ് ആകും. അതിനാണ് ഈ സിസ്റ്റംസ് ഒക്കെ ഉള്ളത്. ഓക്കെ, പക്ഷെ അതുകൊണ്ട് നമ്മൾ ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫൈൻ ട്യൂണിങ് പ്രോസസ്സ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും നടക്കുന്നതാണ്. സൂപ്പർവൈസേഴ്സ് ആയിട്ട് ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് അതിന്റെ ഒരു ഭാഗമായിട്ട് നടക്കും. നമ്മൾ അതിന്റെ ഇനീഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 4-5 years ശരിക്കും നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്താൽ ശരിയാവും. ഇപ്പൊ നമുക്ക് ഇപ്പൊ 4 കൊല്ലാണുള്ള ജെനി 5 കൗണ്ട് ചെയ്യാതിരുന്നത്. അപ്പൊ 4 കൊല്ലത്തിൽ 1 കൊല്ലം നമുക്ക് കോഴ്സ് വർക്കിന് പോകും. പിന്നെ ഈ ഒരു സ്റ്റഡി നമ്മൾ ഫീൽഡ് വർക്ക് എത്ര കാലം ചെയ്യണം, ആ രീതിയിൽ ഒരു മെന്റൽ കാൽക്കുലേഷൻ ചെയ്യും. ഇത്ര കാലം ഫീൽഡ് വർക്ക് ചെയ്യാച്ചാൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നതിന്റെ മുമ്പ് ഓഫ് കോഴ്സ് റിസർച്ച് പ്രപ്പോസൽ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കൊല്ലം 1.5 കൊല്ലെങ്കിലും എത്ര വേണം ഇതിന്. പിന്നെ ഇതൊക്കെ അനാലിസ് ചെയ്ത് എഴുതാൻ എത്ര കാലം എടുക്കും. ആ രീതിയിൽ ഈ ഒരു 3 അല്ലെങ്കിൽ 4 കമ്പോണന്റ് ആയിട്ട് വളരെ പ്രാക്ടിക്കലി ഡിവൈഡ് ചെയ്താൽ ചിലപ്പോ ഈ ക്വസ്റ്റ്യൻ ഷിജിത്തിന് ഒന്നും കൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇനീഷ്യൽ കോഴ്സ് വർക്കിന്റെ സമയത്ത് അധികവും പാക്ട് ആയിരിക്കും. പിന്നെ അതിനുശേഷം നമ്മളുടെ ഒരു ഫീൽഡ് ബേസ്ഡ് സ്റ്റഡി ആണെങ്കിൽ ഫീൽഡിലോട്ട് പോകുന്നതിന്റെ മുമ്പുള്ള ഒരു പ്രിപ്പറേറ്ററി ഒരു സിനോപ്സിസ്, ആ ഒരു പ്രിപ്പറേഷൻ ഒക്കെ എത്ര കാലം എടുക്കും, പിന്നെ ഫീൽഡ് എത്ര കാലം വേണം, ഇതൊക്കെ അനലൈസ് ചെയ്യാനും ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ എത്ര കാലം എടുക്കും. പിന്നെ സാമ്പിൾ സൈസ് ഒരു വലിയ കാര്യം കേട്ടോ. അപ്പൊ നമ്മൾ 100 ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വെച്ചാൽ സ്വാഭാവികമായും ഒരു സർവേ ബേസ്ഡ് സ്റ്റഡിയാണ് വെച്ചാലൊക്കെ അതൊക്കെ എൻട്രി ചെയ്യുക രീതിയിലൊക്കെ. അപ്പൊ സാമ്പിളും നമ്മളെ ഫീൽഡും ഒരു വലിയ
we have tried. Shikala, please Yeah. add. ഇതും ഈ പറഞ്ഞ പോലെ എത്ര ഒരു വർഷം അല്ലെങ്കിൽ 5 വർഷത്തിൽ പറ്റുന്ന ഒരു ടോപ്പിക് ആണോ എന്നുള്ളത് പ്രധാനമായിട്ട് നമ്മുടെ ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് എത്ര വലുതാണെന്നുള്ളതും പോലെ ഇരിക്കും. ഇപ്പോ ഓരോ സബ്ജക്റ്റിനും ഓരോ രീതിയിലാണല്ലോ. ഞാൻ ഹിസ്റ്ററി, അത് ഏൻഷ്യൻ ഹിസ്റ്ററി പഠിക്കുന്നതുകൊണ്ട് ഇന്റർവ്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ മെത്തേഡോ അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ലിറ്റററി സോഴ്സസോ ഇൻസ്ക്രിപ്ഷൻസോ അങ്ങനെ സോഴ്സ്, ഇപ്പൊ ഇതിനകത്ത് ഹിസ്റ്ററി സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും നമ്മുടെ സോഴ്സുകൾ അങ്ങനെ ഇരിക്കും. അപ്പോ ഈ സോഴ്സ് വായിച്ചെടുക്കാനും അല്ലെങ്കിൽ പലപ്പോഴും കണ്ടുപിടിക്കാനും പിന്നെ വായിച്ചെടുക്കാനും എനിക്ക് എത്ര കാലം വേണ്ടി വരും എന്നുള്ളൊരു കാൽക്കുലേഷൻ എനിക്ക് ഉണ്ടാവണം. അതും കൂടി കണക്കിലെടുത്തിട്ട് നമ്മൾ ടോപ്പിക് എടുക്കുമ്പോൾ പിന്നെ അതിൽ വർക്ക് ചെയ്ത് നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ സൂപ്പർവൈസറുടെയും എല്ലാവരുടെയും ഗൈഡൻസ് വെച്ചിട്ടാണ് നമ്മുടെ പ്രൊപ്പോസൽ പിന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ സോഴ്സ് അത് കിട്ടാനുള്ള സമയം, അനലൈസ് ചെയ്യാനുള്ള സമയം, ഈ ഒരു ധാരണ നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എത്ര നാൾ കൊണ്ടാണ് നമുക്ക് ഈ റിസർച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഒരു ശ്രീനന്ദന by ശ്രീനന്ദന accept കേറാൻ പറ്റിയോ? ശ്രീനന്ദന, could you join back? I can see you on the screen. എനിക്ക് ഓക്കെ കേറാൻ പറ്റി. Okay. Aparna has asked a question. What are some questions that can be expected in an interview once you submit your research proposal, especially if you're working in an interdisciplinary research area? അപർണ, ഇത് നമ്മൾ അപ്ലൈ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടും ഡിപ്പാർട്ട്മെന്റും അനുസരിച്ചിരിക്കും. ഇപ്പൊ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സജഷൻസ് ആയാലും എവിടെയാണോ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നത് അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റീന്റെ സോഷ്യൽ ലിംഗ്വിസ്റ്റിക്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റീസിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം. കാരണം പലപ്പോഴും ഇപ്പൊ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നത് എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷെ വളരെ ടെക്നിക്കൽ ടെക്നോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസർ അലോട്ട്മെന്റ് ആണെങ്കിൽ അതൊക്കെ നടക്കും. പക്ഷെ സ്വാഭാവികമായും നമ്മളുടെ ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളായിരിക്കും. അപ്പൊ ഒരുമാതിരി അത് ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ഫാക്കൽറ്റീസിന്റെ ഒരു ബ്രോഡർ ഇൻട്രസ്റ്റ് ഏരിയസിലായിരിക്കും അവർക്കും താല്പര്യം ഉണ്ടാവുക സ്റ്റുഡൻസിനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്വാഭാവികമായും അതൊരു ഹാക്കാണ് നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന്റെ മുമ്പ് ഫാക്കൽറ്റീസിന്റെ ഇൻട്രസ്റ്റ് നോക്കുക എന്നുള്ളത്. പിന്നെ ഇന്റർഡിസിപ്ലിനറി ഏരിയ റിസർച്ച് എന്ന് പറയുമ്പോൾ ഇപ്പൊ സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്നും കൂടി ഉണ്ടാവും. അപ്പൊ നമ്മളൊരു കൾച്ചറൽ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലാണോ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ജെൻഡർ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലാണോ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ലിംഗ്വിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണോ ഇത് ചെയ്യുന്നത്? That will also apply linguistic department. So I think questions ആ ഒരു ഏരിയ ആയിരിക്കും ഇന്റർഡിസിപ്ലിനറി ആണെങ്കിൽ. ഇന്റർഡിസിപ്ലിനറി കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ മതി. അതെ, നമ്മുടെ പ്രൊപ്പോസൽ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള വാട്ട് വെയർ വൈ, നമ്മുടെ ക്വസ്റ്റ്യൻസ് കൺവിൻസ് ചെയ്യുക പാനലിൽ എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. ദെൻ വൺസ് യു കൺവിൻസ് ദം ദാറ്റ് സ്റ്റഡീസ് ഡിസിപ്ലിനറി ആയിട്ട് ഇത് ചെയ്യുക എന്നുള്ളത് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാനലിനോട് സംസാരിക്കുന്ന എളുപ്പമുള്ള ഒരു പ്രോസസ്സാണ്. എനിക്ക് പേര് കാണുന്നില്ല, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. I'm in the first stage of research, so my basic question is that how to find research gap, trying to find one in the last 1 year. First stage of research, I'm assuming you are already in your PhD program, അല്ലേ? സംസാരിക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. നെയിമും വരുന്നില്ല ചാറ്റ് ബോക്സിൽ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഐ എം അസ്യൂമിങ് യു ആർ ഇൻ യുവർ PhD. ഒന്ന് നമ്മൾ ഈ ലിറ്ററേച്ചർ റിവ്യൂ പ്രോസസ്സിനെ സീരിയസ് ആയിട്ട് സമീപിക്കുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് ഇതൊരു ഏരിയ ആണ്, സിസ്റ്റമാറ്റിക് റിസർച്ച് റിവ്യൂ, ലിറ്ററേച്ചർ റിവ്യൂ, സ്കോപ്പിംഗ് ലിറ്ററേച്ചർ റിവ്യൂ. ഇത് ചിലപ്പോൾ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് തീരെ ട്രെയിനിങ് തരാത്ത ഒരു മേഖലയാകാൻ സാധ്യതയുണ്ട്. എന്റെ അനുഭവത്തിലാണ്. അതുകൊണ്ട് താങ്കൾ എവിടെയാ പഠിക്കുന്നത് എനിക്കറിയില്ല. അതിനൊരു നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുക എന്നുള്ളത് ആദ്യം പഠിക്കുക. പിന്നെയാണ് അടുത്ത സ്റ്റെപ്പ്, എന്തൊക്കെ റിവ്യൂ ചെയ്യണം, ആ റിവ്യൂ ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം, പിന്നെ അവസാനം റിവ്യൂ നമ്മൾ എഴുതും. അപ്പൊ നമ്മളൊരു ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. പക്ഷെ ഇതിനൊരു ബൗണ്ടറി ഫിക്സ് ചെയ്താലും കുറെയൊക്കെ നമ്മളുടെ പ്രശ്നങ്ങൾ തീരും. ഒരു വലിയൊരു ബ്രോഡ് ഏരിയ, ഇപ്പൊ സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സില് ഞാൻ എക്സാമ്പിൾ എടുക്കുന്നേ ഉള്ളൂ. ആ ഒരു ഏരിയയിലുള്ള എല്ലാം ഒരു സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലൈക്ക് ന്യൂ പൊളിറ്റിക്സ് ഓഫ് ആരെന്ത് ഭാഷ സംസാരിച്ചു എന്നുള്ള ഒരു സാധനം
അതിൽ നമ്മൾ ലോകത്തിലെ മുഴുവൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ റീജിയണൽ സ്പെസിഫിസിറ്റി കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? ഇപ്പൊ ഒരു സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ കൂടുതൽ വായിച്ചാലാണോ ഇതിന് കുറച്ചും കൂടി നെട്ടി വരിക? ആ രീതിയിൽ ഒരു ഫോക്കസ്. എനിക്ക് ആൻസർ പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് ലിറ്ററേച്ചർ റിവ്യൂ എങ്ങനെയാ ചെയ്യാന്നുള്ളത് നമ്മളൊന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ 4ാമത്തെ വർഷം തീരിലും നമ്മള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീഡിങ്സ് കണ്ടുപിടിക്കും നമ്മുടെ റിസർച്ച് ആയിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പൊ നമ്മളെ സ്റ്റുഡൻസിന് അത് ഭയങ്കര ബാധിക്കും. ഇത്രയും ഇമ്പോർട്ടന്റ് റീഡിങ് ഞാൻ എന്റെ 4ാമത്തെ കൊല്ലാണല്ലോ കാണുന്നത്. ദാറ്റ് കീപ് ഓൺ ഹാപ്പൻ. അതൊരു സംഭവിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ് ഇസ് ഓക്കെ അല്ലേ? അതെ, ഇതില് എനിക്ക് ഇഫ് ഐ കുഡ് ആഡ് സംതിങ്, ഈ പ്രത്യേകിച്ച് എന്റെ പേഴ്സണൽ റിസർച്ച് എക്സ്പീരിയൻസിന് ആഡ് ചെയ്യുവാണെങ്കിൽ, ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ലോക്ക്ഡൌൺ വന്നത്. അപ്പോ ഞാൻ പാം ലീഫ് മാനുസ്ക്രിപ്റ്റ് ഞാൻ ഏൻഷ്യന്റ് ഇന്ത്യയിൽ റിസർച്ച് ചെയ്തത്. അപ്പൊ പാം ലീഫ് മാനുസ്ക്രിപ്റ്റ്സ് വേണമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു മാനുസ്ക്രിപ്റ്റ് എനിക്ക് ആക്സസ് കിട്ടിയത് ഫൈനൽ ഇയറിലാണ്. കാരണം അതുവരെ ആർക്കൈവ്സ് ഒക്കെ അടച്ചു കിടക്കുന്നതുകൊണ്ട്. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും ചിലപ്പോ ഒരു ചാപ്റ്ററിന് മൊത്തം ഒരു സോഴ്സ് ഒക്കെ കിട്ടുക. പക്ഷെ അത് നമ്മൾ ചിലപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ ഈ റിസർച്ച് ഗ്യാപ്പ് അതിനു മുമ്പേ ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ, ഒന്നീ പറഞ്ഞ പോലെ ലിറ്ററേച്ചർ റിവ്യൂ ഹിസ്റ്ററിയിൽ പ്രധാനമായിട്ടും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്, അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ഫോളോ ചെയ്തിരുന്ന മെത്തേഡ് തീമാറ്റിക്കലി ഓൾറെഡി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്റെ ലിറ്ററേച്ചർ റിവ്യൂവിനെ ഓരോ തീമായിട്ട് ഞാൻ കവർ ചെയ്ത് പോകുമായിരുന്നു. നമ്മള് ഇപ്പോ ഞാൻ ഹിസ്റ്ററി പ്ലസ് അതിൽ റിച്വൽ സ്റ്റഡീസ്, എൻവയോൺമെന്റ് ഹിസ്റ്ററി, കുറെ ആസ്പെക്ട്സ് വരുന്ന ഒരു സ്റ്റഡി ആയിരുന്നു. അപ്പൊ ഓരോ തീമിലെയും ടെക്സ്റ്റുകൾ ഞാൻ കവർ ചെയ്തിട്ട്, അപ്പോൾ തീമാറ്റിക്കലി നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂവിനെ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിന് ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ രീതികളുണ്ട്. പലരും പല മെത്തേഡ് ആയിരിക്കും ലിറ്ററേച്ചർ റിവ്യൂവിന് സിസ്റ്റമാറ്റിക് ആവാൻ ഉപയോഗിക്കുക. ഞാൻ മൾട്ടിപ്പിൾ തീംസ് എന്റെ ഒരു റിസർച്ചിൽ വന്നുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തത്. ഐ ഹോപ്പ് ദാറ്റ് ഹെൽപ്സ്. Aparna has asked another question. How to determine what goes as our primary text and as our secondary text? അങ്ങനെ ഒരു അൺലെസ് യു യൂസ് ടെക്സ്റ്റൽ അനാലിസിസ് ഓർ ഡിസ്കോഴ്സ് അനാലിസിസ്, ആ രീതിയിലല്ലാതെ അങ്ങനെ ഒരു പ്രൈമറി ടെക്സ്റ്റ് അങ്ങനെ ഇല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് നമ്മളൊരു മെയിൻ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആയിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാല്, ഉമാ ചക്രവർത്തി എന്നൊരു വ്യക്തി നമുക്ക് അറിയില്ലേ വെച്ചാൽ, അവരുടെ വർക്ക് തീരെ നമ്മൾ ടച്ച് ചെയ്തില്ല വെച്ചാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഒരു പ്രോസസ്സിലൂടെ അറിയുന്ന ഒരു സാധനമാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതാണ് ആൾക്കാരോട് സംസാരിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് തോന്നാറുണ്ട്. ഇതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ അതിലൊരു മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണല്ലോ അതൊക്കെ ചോദിക്കേണ്ട ആവശ്യം വരുന്നത്. ടെക്സ്റ്റൽ അനാലിസിസ് അല്ല വെച്ചാൽ, ഒരു ടെക്സ്റ്റൽ സ്റ്റഡി എന്താ വെച്ചാൽ അതിന്റെ പ്രൈമറി കൺട്രി ടെക്സ്റ്റ് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ, കൾച്ചറൽ ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ പഠിക്കുന്ന വെച്ചാൽ നമ്മളെ ബോഡിയൂന്നാണെന്ന് വരുന്നത് നമുക്ക് അറിയില്ല വെച്ചാൽ അത് വലിയ പ്രശ്നമാണ്. ദെൻ ഈ ഇന്റർവ്യൂ ബോർഡ് ക്യാപ്ചറിംഗ് തന്നെ ഉണ്ട്. നമ്മളൊരു വെറുതെ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ എഴുതിയിട്ടില്ല. അപ്പൊ നമ്മൾ എഴുതുന്ന ഒരു സ്ട്രോങ് വേർഡ്സ് ഒക്കെ എവിടുന്നാ വരുന്ന രീതിയിൽ ഒരു ധാരണ ഉണ്ടാകാൻ. പിന്നെ ഗൂഗിൾ സ്കോളർ സൈറ്റേഷൻസ് ഒരു രീതിയിലാണ് ആൾക്കാർ ഒരുപാട് സൈറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകൾ ഏതാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഗൂഗിൾ സ്കോളറിൽ ഒരു ടെക്സ്റ്റ് സെർച്ച് ചെയ്താല് അതിന്റെ താഴെ വരുന്ന കുറെ ഒരു സ്ഥാനത്തിന് എത്ര സൈറ്റേഷൻസ് ഉണ്ട് ഈ ടെക്സ്റ്റിലാണ്. അപ്പൊ നിങ്ങൾ 10,000, 20,000, 40,000 ഒക്കെ ഉള്ള ഒരു സൈറ്റേഷൻസ് ഒക്കെ ചിലപ്പോൾ കണ്ടുവന്ന് വരാം. That actually means that is quite looked at work. പക്ഷെ അതിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രശ്നം അതിലുണ്ട്. അതായത് ഗ്ലോബൽ സൗത്തിലെ സൈറ്റേഷൻസ് എപ്പോഴും കുറവായിരിക്കും. ഗ്ലോബൽ സൗത്തിൽ തന്നെ ഹിസ്റ്ററിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഹിസ്റ്ററി എക്കണോമിക് സൈറ്റേഷൻസ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ അത് ഡിസിപ്ലിൻ സൈറ്റേഷൻസ് കുറവായിരിക്കും. അതിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രശ്നം അതുണ്ട്. എന്നാലും അതൊരു രീതിയാണ്. Also, if I could add, ഈ പ്രൈമറി സെക്കൻഡറി ഉദ്ദേശിച്ച സോഴ്സിനെ അല്ലല്ലോ പ്രൈമറി ടെക്സ്റ്റ് സെക്കൻഡറി ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്. കൊടുക്കുന്ന പ്രോമിനൻസ് ആണോ ആ പറഞ്ഞ ക്വസ്റ്റനിൽ ഉദ്ദേശിച്ചത്? യു കുഡ് ക്ലാരിഫൈ. സോഴ്സ് ആണോ ഉദ്ദേശിച്ചത്? വാട്ട് ഇസ് പ്രൈമറി സോഴ്സ്, വാട്ട് ഇസ് സെക്കൻഡറി സോഴ്സ് എന്നുള്ള രീതിയിലാണോ? ഓ ഓക്കെ. Then again, if Gayatri, if you Okay. take it Sorry, up. then I took it as literature review primary text. I think Srikala, you should answer this. History അതെ, ഇപ്പൊ ഓരോ സബ്ജക്റ്റിന്റെയും പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സ് ഓരോ നേച്ചറിന്റെ ആയിരിക്കും.
അപ്പോ ഏൻഷ്യൻ ഹിസ്റ്ററി എക്സാമ്പിൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആ മേഖലയിലായതുകൊണ്ടാണ്. നമ്മളൊരു പ്രൈമറി ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ വേദിക് ടെക്സ്റ്റ്, ലേറ്റർ വേദിക് ടെക്സ്റ്റ് ആണ് പഠിച്ചത്. അപ്പൊ ആ ടെക്സ്റ്റുകളാണ് എന്റെ പ്രൈമറി സോഴ്സ്. പിന്നെ അതിനെപ്പറ്റി മറ്റുള്ളവർ എഴുതി, അത് അറശർമ്മ ആയിക്കോട്ടെ, ഥാപ്പർ ആയിക്കോട്ടെ, മറ്റ് മാർച്ചിയലിയാഡ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അതൊക്കെ എന്റെ സെക്കൻഡറി ടെക്സ്റ്റുകളായിട്ട് വരും. അപ്പൊ ഞാൻ ടെക്സ്റ്റൽ അനാലിസിസ് ഒരു ലിറ്റററി സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ചെയ്തതുകൊണ്ട് എനിക്ക് എന്റെ ടെക്സ്റ്റുകളെ പ്രൈമറി സെക്കൻഡറി ആയിട്ട് തിരിക്കണം. ഇപ്പൊ ഞാൻ സംഘം ലിറ്ററേച്ചർ പഠിക്കുകയാണെങ്കിൽ അതെന്റെ പ്രൈമറി ടെക്സ്റ്റ് ആവുന്നു. അതിനെപ്പറ്റി മറ്റുള്ളവർ എഴുതിയ ബുക്കുകൾ എന്റെ സെക്കൻഡറി സോഴ്സുകളാവുന്നു. ഇപ്പൊ നിങ്ങൾ ഓൺ ഫീൽഡ് ഇന്റർവ്യൂ ബേസ് ചെയ്യുന്ന ഒരു റിസർച്ച് ആണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഇന്റർവ്യൂ ആ ഡേറ്റ ആയിരിക്കും നിങ്ങളുടെ പ്രൈമറി സോഴ്സ്. ഇറ്റ്സ് ഓൾവേസ് വാട്ട് അതേഴ്സ് ഹവ് റിട്ടൺ അബൌട്ട് ഇറ്റ്, അത് നിങ്ങളുടെ സെക്കൻഡറി സോഴ്സ് ആയിട്ട് എപ്പോഴും വരും. നിങ്ങൾ തിയറി ഉപയോഗിക്കുന്ന ബാക്കി എല്ലാ വർക്കുകളും സെക്കൻഡറി ആയിട്ട് വരും. ടു പുട്ട് ഇറ്റ് ഇൻ വെരി സിമ്പിൾ ടേംസ്, ഇങ്ങനെയാണ് ഈസിലി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് യുവർ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ്. അപ്പോ ഇഫ് യു ആർ ഗോയിങ് ഓൺ ഫീൽഡ്, കളക്ടിങ് ഇന്റർവ്യൂസ്, ടോക്കിംഗ് ടു പീപ്പിൾ, റെക്കോർഡിംഗ് ഇന്റർവ്യൂസ്, ദാറ്റ് ഇസ് യുവർ പ്രൈമറി. Instead, if you are looking at palm leaf manuscripts or inscriptions or coins, that is your primary source. അപ്പൊ നമ്മുടെ പ്രൈമറി സെക്കൻഡറി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെയാണ്. വാട്ട് ഈസ് യുവർ മെയിൻ സോഴ്സ് എന്നുള്ളത്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇനി ഷാദി ഷഫീഖ് has asked, could you explain about theoretical framework for a study? ഷാദി, നമ്മുടെ ടോപ്പിക് അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു റിസർച്ച് തിയററ്റിക്കൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്താണ് വിഷയം പറയാൻ പറ്റും? അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാം. നമ്മളൊരു വിഷയത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോ ഒരു ലാർജർ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടാവുക. ചിലപ്പോ നമ്മൾ അത് വായിച്ചിട്ട് എത്തിച്ചേരുന്ന ഒരു സാധനമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ വി വിൽ ടേക്ക് our ടൈം ടു റിയലൈസ്. അങ്ങനെയും സംഭവിക്കാം. ഇപ്പൊ ഇന്ത്യയില് ജെൻഡർ ക്വസ്റ്റ്യൻ, കാസ്റ്റ് ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാതെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളുടെ എൻ്റെ ഒരു ടോപ്പിക്കിന്റെ ഒക്കെ ഒരു ധാര വെച്ചാല് നമ്മൾ അവിടെ അഡ്രസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞൊരു ഇന്ത്യൻ പാട്രിയാർക്കി, ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി, അല്ലെങ്കിൽ the very foundation of caste is the endogamy. ആ രീതി, അപ്പൊ ആ ഒരു സാധനമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് അതിന്റെ ഒരു ലാർജർ ഫ്രെയിം. പക്ഷെ നമ്മളുടെ ഒരു ഏരിയ ഡിസിപ്ലിൻ ഒക്കെ അനുസരിച്ചിട്ടാണ് ഈ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതെ, യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ടോക്ക്. സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്തോളൂ. വളരെ കംഫർട്ടബിൾ ആണെങ്കിൽ ഡിസ്കസ് ചെയ്തോളൂ. കുറച്ച് ആൾക്കാരല്ലേ ക്രൗഡും ഉള്ളൂ. വേറെ പിന്നെ സെപ്പറേറ്റ്ലി കണക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ. അതെ, അതെ, കുഴപ്പമില്ല. കൾസിനൊരു മെയിൽ ഇട്ടാലും മതി, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. Okay, ഒരു question Siddharth has asked, can you describe the approach used in participatory action research? ഈ തിയറി ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞ കാര്യമൊക്കെ ഉണ്ട്, എന്താന്ന് അറിഞ്ഞൂല. പലപ്പോഴും നമ്മൾ ചേഞ്ച് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന പല പ്രൊജക്ടുകളിലും ഈ തിയറി ഓഫ് ചേഞ്ച് നമ്മൾ റിസർച്ചിലൂടെ മാറ്റം വരുത്താൻ ആക്റ്റീവ്ലി മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ റിസർച്ച് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഇന്ന് ചെയ്യുന്ന ഒരു റിസർച്ചിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചിലത് ഗുഡ് PhD റിസർച്ച് ആണ് PhD എന്ന് പറയുന്ന ആൾക്കാരില്ലേ. അതായത് ചിലപ്പോ ഇറ്റ് ടേക്സ് ടൈം. അങ്ങനെയാണ് സ്ലോ ഇൻക്രിമെന്റൽ സ്റ്റെപ്സ് ആയിട്ടായിരിക്കും അത് പോകുന്നത്. പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ചിൽ ഒരു ആക്ഷൻ, ഇമ്മീഡിയറ്റ് ആക്ഷൻ, വെരി ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് ഓഫ് ആൻ ആക്ഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഒരു തിയറി ഓഫ് ചേഞ്ച് അപ്രോച്ച് ഒക്കെയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്തിട്ട് കാണാറുള്ളത്. പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച് നമ്മൾ PhD ലെവലിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് എൻകറേജ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് പോളിസി ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ആയിരിക്കും ഒന്നുകൂടി അതിനെ എൻകറേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ, ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഡെവലപ്മെന്റ് പ്രാക്ടീസ്, സോഷ്യൽ വർക്ക്, പബ്ലിക് പോളിസി, ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ആയിരിക്കും ഒന്നുകൂടി പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ചിവ്ലി എൻകറേജ് ചെയ്യുന്നത്. പക്ഷെ അപ്പൊ നമുക്ക് നമ്മുടെ ഓതർഷിപ്പ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലും ധാരണ ഉണ്ടാവണം. അപ്പൊ നമ്മൾക്കൊരു ആക്റ്റീവ് കമ്മ്യൂണിറ്റി പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു.
നമ്മള് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു സാധനമാണെന്ന് വെച്ചാല് അതിന്റെ ഒരു എത്തിക്കൽ ആ ഡയമെൻഷൻസും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. Is that clear, Siddharth? ഇനിയും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കശ്മിന്റെ ഇമെയിൽ ഐഡിയും ഡീറ്റെയിൽസും ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മെയിൽ അയക്കാം. Hello, am I audible? Yes, yes. Okay. ഓക്കെ, സോ എനിക്കൊരു സംശയം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഈ ലിറ്ററേച്ചർ സൈഡിലൊക്കെ ഒരു റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈമറി റിസോഴ്സുകളുടെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പ്രൈമറി റിസോഴ്സുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോ പക്ഷെ അതൊരു ഫോക്ക് ട്രഡീഷനിൽ അല്ലെങ്കിൽ ഒരു ഓറൽ ട്രഡീഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പ്രൈമറി റിസോഴ്സുകൾ തുടക്കത്തിൽ അധികം ഉണ്ടാവണമെന്നില്ല. അത് പിന്നീട് ചിലപ്പോൾ ഒരു ആർക്കൈവൽ റിസർച്ചിലൂടെയൊക്കെ നമ്മൾ കുറച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതെങ്ങനെ നമ്മുടെ പ്രപ്പോസലിൽ അഡ്രസ് ചെയ്യാൻ പറ്റും? കാരണം നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻസ് ബിൽഡ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ നമ്മുടെ മൊത്തം ഐഡിയ ഒന്ന് കോൺക്രീറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ കേരളത്തിലെ ഒരു സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നടന്ന അത്തരത്തിലുള്ള റിസോഴ്സുകൾ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ് ഒരു റിസർച്ച് പ്രപ്പോസൽ അഡ്രസ് ചെയ്യുക? മറ്റ് ഭാഷകളിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള റിസർച്ചുകളെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുകയാണോ? എങ്ങനെയാണ് അതിനെ നമുക്കൊന്ന് അഡ്രസ് ചെയ്യാൻ പറ്റുക? ഈക്വലി ആയിരിക്കും ഒന്നുകൂടി ഇത് അഡ്രസ് ചെയ്യാൻ. ഓക്കെ, ഓറൽ ട്രഡീഷൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോ ഞാനും ഓറൽ സോഴ്സ് യൂസ് ചെയ്ത ഒരാളല്ല. കൂടുതലും ഐ മീൻ when we say ancient text, most of them are like available as text also. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ട്രഡീഷൻ, പുള്ളുവൻ പാട്ട് പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രഡീഷൻ എടുത്താലും അതൊക്കെ കുറെ കൂടി ഡോക്യുമെന്റഡ് ആണ് ബിക്കോസ് ഓഫ് ടൂറിസം ആൻഡ് അതർ സ്റ്റാഫ്. പക്ഷെ അല്ലാത്ത ഒരു ട്രഡീഷൻ എടുത്താലും സോഴ്സ് എന്താണ് അല്ലെങ്കിൽ സോഴ്സിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് പ്രപ്പോസൽ അഡ്രസ് ചെയ്യാന്നുള്ളത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട്, ലൈക്ക് വാട്ട് ഐ ഫീൽ ഇമ്മീഡിയറ്റ്ലി. ഐ വിൽ ഓൾസോ നീഡ് ടു തിങ്ക് മോർ അബൌട്ട് ഇറ്റ് ടു ആൻസർ. സോ ഹൗ ആർ യു ഗോയിങ് ടു ഫൈൻഡ് ദ സോഴ്സ്, ഓർ ഹൗ ആർ യു ഗോയിങ് ടു അപ്രോച്ച് ദ സോഴ്സ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. പലപ്പോഴും ലൈക്ക് യു സെഡ് ഒരു സോഴ്സ് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഇന്ന ആർക്കൈവിലുണ്ട് ഈ സോഴ്സ് നമുക്ക് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മുടെ പ്രൈമറി സോഴ്സ് എന്താകാൻ പോകുന്നു എന്നുള്ള ധാരണ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. ഹൗ ടു അഡ്രസ് I'm also trying to formulate how you will address the lack of availability of a source ആണോ, like I don't know what to answer. അല്ല, to that. അങ്ങനെയല്ല. അതായത് ഇപ്പൊ പ്രപ്പോസൽ എഴുതുമ്പോ, പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ എന്റെ കയ്യിൽ ഒരുപാട് പ്രൈമറി മെറ്റീരിയൽസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ചിലപ്പോ ഒരു അഡ്മിഷന് ശേഷമോ അല്ലെങ്കിൽ പിന്നീട് ഈ റിസർച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ലേറ്റർ എനിക്ക് കുറച്ച് സമയം കിട്ടും, നമുക്ക് വേണമെങ്കിൽ മെറ്റീരിയൽസ് എടുക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ തുടക്കത്തില് ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ ഇവിടെയാണ് പ്രോബ്ലം കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞെടുത്ത് കാണിക്കാൻ എന്റെ കയ്യിൽ ചിലപ്പോൾ ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പോലും മെറ്റീരിയൽസ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ മറ്റ് ഭാഷകളിലൊക്കെ, കേരളത്തിൽ നടന്നിട്ടില്ല, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ആസാമിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഗുജറാത്തിൽ ഇങ്ങനെ ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട്, അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിക്കാണോ അഡ്രസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രപ്പോസലിൽ മാത്രം. പ്രപ്പോസൽ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്ന സാധനം നമ്മൾ റിസർച്ചിലൂടെ കളക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് അതായത് പ്രൈമറി ഡേറ്റ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സോഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡയമെൻഷനും കൂടിയിട്ട്. പക്ഷെ അപ്പൊ പ്രൈമറി ഡേറ്റ ഇപ്പൊ അത് കളക്ട് ചെയ്യുന്ന പ്രോസസ്സും കൂടിയാണല്ലോ നമ്മുടെ റിസർച്ച് എന്ന് പറഞ്ഞാൽ. പിന്നെ ആ പ്രൈമറി ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യും. പക്ഷെ എന്തെങ്കിലും ഒരു പ്രൈമറി സോഴ്സ് നമ്മളുടെ പ്രപ്പോസൽ കൊടുത്താൽ നമുക്കൊരു ആർഗ്യുമെന്റ്സ് ഒന്നും കൂടി നന്നായി പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളൊരു പൈലറ്റ് വർക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. ഇപ്പൊ ഫീൽഡ് ബേസ്ഡ് സ്റ്റഡിയാന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ കൊടുങ്ങല്ലൂർ ഭരണിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഞാൻ ഭരണി പാട്ടുകളിലല്ല വർക്ക് ചെയ്തത്, ഞാൻ വെളിച്ചപ്പാടുകളാണ് കണ്ടെടുത്തത്. പക്ഷെ ഇപ്പൊ കൊടുങ്ങല്ലൂര് ഭരണി പാട്ടുകളിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ ഭരണിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്കൊരു ചെറിയ ധാരണ വേണമല്ലോ.
എന്താണ് ഭരണിപ്പാട്ടുകൾ വെച്ചാൽ. പക്ഷെ പിന്നെ നമ്മൾ അതിന്റെ ഒരു ലിംഗ്വിസ്റ്റിക് സ്റ്റഡി ആണോ, അല്ലെങ്കിൽ ആര് പാടുന്നു, എങ്ങനെ പാടുന്നു, അതിന്റെ മൈക്രോ സ്പേസസ് ഓഫ് പെർഫോമൻസ് ആണോ, അതറിസൻസ് ആണോ, സബ്വേർഷൻ ആണോ, ഇതൊക്കെ നമ്മൾ പിന്നെ ഫീൽഡിൽ പോയിട്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾ. അതിന്റെ ദാറ്റ് ക്യാൻ ടേക്ക് ടൈം. ഞാൻ ക്ലിയർ ആണോ മുദ്ര ഞാൻ പറയുന്നത്? അതെ അതെ മനസ്സിലാവുന്നു. അപ്പോ പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഈ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് ഒക്കെ ഉള്ള ഇഷ്ടം പോലുള്ള സമയത്ത് പല ഡിജിറ്റൽ എത്നോഗ്രഫിന്റെ ഒരു മേഖലയാകുമ്പോ അത് പ്രൈമറി സോഴ്സ് അല്ലെങ്കിൽ പോലും ഇഫ് യു ഹവ് നോട്ട് ഡൺ യുവർ ഫീൽഡ് വർക്ക് പൈലറ്റ് വർക്ക് പോലും ചെയ്തിട്ടില്ല വെച്ചാല് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഏത് സോഴ്സസിലൂടെയാണ് ഇപ്പൊ നിങ്ങൾ ഈ ടെക്സ്റ്റ് കിട്ടിയത്, നിങ്ങൾക്ക് പുള്ളമ്പാട്ടാണെങ്കിലും മറ്റേതാണെങ്കിലും വർക്കാണെങ്കിലും അത് മെൻഷൻ ചെയ്ത് എഴുതുക. പക്ഷെ ഇതൊരു നിങ്ങൾ തന്നെ കളക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമല്ല. ദിസ് ഇസ് വാട്ട് യു ഗോട്ട് ഫ്രം ദ പബ്ലിക് ഡൊമൈൻ അല്ലെങ്കിൽ ത്രൂ യുവർ ലിറ്ററേച്ചർ. ആൻഡ് ബാക്കി സ്റ്റേറ്റിൽ എഴുതുന്നതിനും തെറ്റില്ല. യു ക്യാൻ ഓൾവേസ് മെൻഷൻ അത് ഇതുപോലൊരു സ്റ്റഡി മറ്റൊരു ഭാഷയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പ്രപ്പോസലിൽ മെൻഷൻ ചെയ്യുന്നത്. ഐ മീൻ അതൊരു ഓർഗാനിക് ആയിട്ടൊരു പ്രോസസ് ആണല്ലോ, അത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇഫ് യു റെഡിലി ഡോണ്ട് ഹാവ് ദ സോഴ്സ് അവൈലബിൾ, ദാറ്റ്സ് ഓൾ റൈറ്റ്. ദാറ്റ് ഇസ് വൈ വി ഹാവ് ദ ടൈം. കോഴ്സ് വർക്കിന് ശേഷം നമ്മുടെ ഒരു ടൈം, ഫീൽഡ് വർക്ക് ടൈം തന്നെ സോഴ്സ് കളക്ട് ചെയ്യലായിരിക്കുമല്ലോ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മൾ എന്താണ് സോഴ്സ്, എങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്, ഹൗ ആർ യു ടു ഫൈൻഡ് എന്നുള്ളൊരു ധാരണ പ്രപ്പോസലിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് വെൻ യു ആർ ഫേസിങ് എ പാനൽ. We might not always have the entire source. അതിന്റെ ഒരു ഫീസിബിലിറ്റി ആയിരിക്കും പലപ്പോഴും നമ്മളുടെ ഒരു പ്രപ്പോസൽ ഒക്കെ എഴുതുമ്പോൾ ആൾക്കാരെന്ന് നോക്കിയാൽ ഓക്കെ ഈ പ്രൈമറി സോഴ്സിൽ വർക്ക് ചെയ്തതിൽ തെറ്റില്ല, അത് ഈ സ്റ്റുഡന്റിന് കിട്ടുമോ, ആൻഡ് വാട്ട് ഈസ് എ പ്ലാൻ ടു ഗെറ്റ്. അത് കുറച്ച് ക്ലിയർ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയാൽ മതി അതിന്റെ ഒരു മെത്തേഡ്സിലൊക്കെ. അല്ലെങ്കിൽ ഒന്നും അറിയാതെ നമ്മൾ എഴുതുന്നതാണോ എന്നുള്ളതും അത് അവര് ടെസ്റ്റ് ചെയ്യും. കുറച്ച് ഇതുവരെ ഒരു ഭരണിപ്പാട്ട് പോലും കേട്ടിട്ടില്ല ഓൺലൈൻ പോലും, അല്ലെങ്കിൽ ചില ആ രീതിയിൽ പിന്നെ ഈ അണ്ടർസ്റ്റാൻഡിങ് എവിടെ നിന്നാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ. പക്ഷെ പ്രൈമറി സോഴ്സസ് പ്രൈമറി ഡേറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് റിസർച്ചിലൂടെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ആകുലത വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എങ്ങനെയാണ്, എന്താണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ, വിച്ച് സോഴ്സ് ഓർ വിച്ച് ഡേറ്റ യു ഗോയിങ് ടു കളക്ട് ആൻഡ് ഹൗ ആൻഡ് വെൻ ദ പോസിബിലിറ്റീസ് ഫീസിബിലിറ്റീസ് ഓഫ് ഇറ്റ്, അത് കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രപ്പോസലിന്റെ ജോലി. അത് ഓൾറെഡി കിട്ടിയിട്ട് നമ്മൾ എഴുതുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ അതിന്റെ ലാക്ക് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രശ്നം വരുന്നില്ല. പ്രപ്പോസലിൽ അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു രീതിയിലും ആക്സസ് ഇല്ലാത്തൊരു സോഴ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ആ ക്ലാരിറ്റി ഉണ്ടാവണം, എങ്ങനെ ഇത് കിട്ടാൻ പോകുന്നു. കിട്ടാൻ ഒരു രീതിയിലും ചാൻസ് ഇല്ല. നമുക്ക് ഒരു രീതിയിൽ ആക്സസ് ഇല്ലാത്തൊരു ആർക്കൈവോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഇന്റർവ്യൂ ചെയ്യാൻ പറ്റാത്തൊരു കമ്മ്യൂണിറ്റിയോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നെങ്കിൽ അത് നമ്മൾ കൺവിൻസ് ചെയ്യണം. വിൽ വി ബി ഹാവിംഗ് ആക്സസ് ടു ദാറ്റ്? ആ കൺവിക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രപ്പോസൽ റൈറ്റിംഗിന്റെ ഒരു മെയിൻ സ്റ്റെപ്പ്. ജഡ്ജ് ചെയ്യുന്നുള്ള ഒരു പ്രശ്നമില്ലാതെ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യംസ് ഒന്നുമില്ല, എല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. I think that's mostly it. Yeah. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജിൽ ഇടാം. ഇനി ഇൻഡിവിജ്വലി മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ പിന്നീട് മെയിൽ അയക്കണം എന്തെങ്കിലും ചെയ്യാം. ഞാൻ കശ്വിന്റെ കോൺടാക്റ്റും ഡീറ്റെയിൽസും ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാം. മാത്രമല്ല ഈ സെഷന് ശേഷം ഫീഡ്ബാക്ക് ഫോംസും നിങ്ങൾക്ക് ഇനി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും കശ്വ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദ റിസോഴ്സസ് വിൽ ഓൾസോ ബി ഷെയർഡ്, സ്ലൈഡും മെറ്റീരിയൽസും. പിന്നെ ഫീഡ്ബാക്സ് അറിയിക്കുക യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു, അല്ലെങ്കിലും അറിയിക്കുക ഏത് രീതിയിലാണ് മാറ്റേണ്ടത് രീതിയിൽ. ഓൾസോ മെസ്സേജിൽ ഇനി ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് ഇനി കവർ ചെയ്യണം, നെക്സ്റ്റ് ആഗ്രഹമുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ അതും സജസ്റ്റ് ചെയ്യുക. അപ്പൊ അതനുസരിച്ച് നെക്സ്റ്റ് സെഷൻസ് പ്ലാൻ ചെയ്യാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഹോപ്പ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഒരുവിധം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു.
Okay, so for formality, like let's end the session also formally. Then, if there are no more questions, അപ്പോൾ താങ്ക് യു ഡോക്ടർ ഗായത്രി ഫോർ ജോയിനിങ് അസ്. ഇന്ന് ഒരുപാട് സന്തോഷം നമുക്ക് ഇത്രയും ഡിസ്കസ് ചെയ്യാൻ പറ്റിയതിലും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റിയതിലും. ഒരു 8-9 വർഷം മുമ്പാണ് ഞാൻ റിസർച്ച് തുടങ്ങിയത്. ഐ വിഷ് ഐ ഗോട്ട് സച്ച് സെഷൻസ് ബാക്ക് ദെൻ. അന്ന് കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് ചെയ്യാനും ഇനിയുള്ളവർക്ക് അത് കിട്ടണം എന്നുള്ള നിർബന്ധം കൂടി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ പാർട്ടിസിപ്പൻസ് എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സും ഇനി റിസർച്ച് ചെയ്യാനും അല്ലെങ്കിൽ ഈവൻ എം എ ഡെസർട്ടേഷൻ ആണെങ്കിലും എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അവരോടും ഈ റിസോഴ്സസ് ഷെയർ ചെയ്യുക, കശ്വിന്റെ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുക. മാത്രമല്ല ഇനി അപ്കമിങ് സെഷൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. കശ്വിന്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അതിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ PPTs ആൻഡ് അതർ സെഷൻ റിലേറ്റഡ് റിസോഴ്സസ് അതും എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ വരും. നിങ്ങൾക്ക് പാർട്ടിസിപ്പൻസിന് അത് ഷെയർ ചെയ്യുകയും ചെയ്യും. സോ താങ്ക് യു എവ്രി വൺ. എല്ലാവരും ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. Happy writing. Thank you Yes, everyone. and hoping to see you Yeah. all as wonderful Thank- researchers. Yeah, thank you. Thank you, Srikala. Yeah. Bye bye. Thank you.